ഹലോ. ഹലോ, ആ ലിയാക്കത്ത് ബ്രദറല്ലേ? അതെ, സാറിനിപ്പോ സമയമുണ്ടോ? ഞാൻ പനി പിടിച്ചിരിക്കുക. എന്ത് പറ്റി? ആരായിരുന്നു? ഇത് പയ്യന്നൂരിന്നാണ്. ആ എന്ത് പറ്റി? അല്ല, കുറച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ഡൗട്ടല്ല. ചോദിച്ചോളെ. അല്ല അല്ല, ഫ്രീ ആണോ? അഭിപ്രായങ്ങൾ ചോദിക്കാനല്ലേ? ചോദിച്ചോളൂ. ഹലോ, പിന്നെ ഇല്ലേ, പറയൂ. പിന്നെ നിങ്ങളുടെ എല്ലാ വീഡിയോസൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഉം. പിന്നെ നിങ്ങളെ മാത്രല്ല, ജാമിദയുടെ ആ. എല്ലാവരെയും മൊത്തത്തില്, ഉം. പിന്നെ ക്രിസ്ത്യാനി അപ്പോൾസ്റ്റായാലും എല്ലാവരും. നിങ്ങൾ പറയൂ. അല്ല, പറയുന്നതാണ്, അതിന്റെ ഒരു ആമുഖം പറയുന്നതാണ്. ഉം. അപ്പോൾ നിങ്ങള് പിന്നെ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നത്. ഉം. ഹലോ ഉം. ഹലോ ഹലോ പറയൂ പറയൂ. മുഹമ്മദ് നബിനെ പിന്നെ നിങ്ങള് പിന്നെ ഫോളോ ചെയ്യുന്നത് ഈ പിന്നെ ഖുർആൻ പഠിച്ചിട്ടല്ലേ? ആരാ മുഹമ്മദ് നബിനെ ഫോളോ ചെയ്യുന്നത്? അല്ല സോറി, ഫോളോ അല്ല, മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. ഖുറാൻ മാത്രല്ലല്ലോ, മുഹമ്മദ് നബിന്റെ ചരിത്രം വേറെ ഉണ്ടാവും, ഹദീസ് അല്ല, ഉണ്ടാവും. എന്തായാലും പഠിച്ചിട്ടില്ല. ആ ഹദീസ് പിന്നെ ഒക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അതെ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം മാനവികതയല്ലേ? നിങ്ങള് പോയിന്റ് പറയൂ സുഹൃത്തെ. അല്ല നിങ്ങൾക്ക് എന്താ അല്ല, പറയുള്ളത്? പോയിന്റ് തന്നെ പറയുന്നത്, പോയിന്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. നിങ്ങൾ മനസ്സിലാവണില്ല. നിങ്ങൾ ഇങ്ങനെ വളച്ചു കെട്ടി കൊണ്ടോണ്ട, ഡയറക്റ്റ് കാര്യം പറഞ്ഞോളൂ. അല്ല എനിക്ക് അല്ല ഒരുപാട് ഇരുന്ന് സംസാരിക്കാൻ വയ്യാത്തോണ്ടാണ്. അല്ല, ഇത് വളർത്തിയല്ല, കുറച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പറയാറുള്ള കാര്യങ്ങളാണല്ലോ. ആ, പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണല്ലോ. നിങ്ങളെ അഭിപ്രായം ചോദിക്കുക പറയുകയൊക്കെ ചെയ്യൂ. എന്തായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നിങ്ങൾ ഡയറക്റ്റ് വന്നോളൂ. അപ്പോ മാനവികത എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങള് പിന്നെ മാനവികത പറയുമ്പോൾ നിങ്ങൾ പിന്നെ ബൈബിള് വായിച്ചിട്ടുണ്ടോ? ആ അതില് പിന്നെ പിന്നെ ക്രിസ്തുവിന്റെ ഒരു മാനവികതയില്ല. ശരി. അല്ല, ചോദിക്കുന്നതാണേ. ബൈബിളും പിന്നെ ഇസ്ലാമും ഒക്കെ ഏകദേശം കണക്കാ. അല്ല, എങ്ങനെ കണക്കാ പറയാ? എന്താ ബൈബിളിലെ പിന്നെ പഴയ നിയമല്ല, ബൈബിളിലുള്ളത് പഴയ നിയമം പഴയ പുതിയ നിയമം നിയമങ്ങൾ അറിയാം. എങ്ങനെ തള്ളുന്നത്? അത് തള്ളുന്നല്ല, നമുക്ക് ഷോർട്ടായിട്ട് മനസ്സിലായിട്ട് പറഞ്ഞാൽ തള്ളുന്നൊന്നുമില്ല. യഹോവ ആരാണ്? യഹോവ ദൈവം. ദൈവല്ലേ? യഹോവയല്ലേ ഏക സത്യ ദൈവം? അതെ. യഹോവന്റെ ഡയറക്റ്റ് കൊടുത്ത സംഭവം അല്ലേ തോറ? അതെ അല്ലേ? യഹോവയിലെ തോറയിലെ നിയമങ്ങൾ യഹോവയുടെ നിയമങ്ങളല്ലേ? അതെ. അല്ലേ? പിന്നെ നിങ്ങൾ ഈ ബൈബിള് പുതിയ നിയമം അല്ല എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, സംഭവം ശരി. അപ്പൊ ഈ ദൈവം മനുഷ്യന് ഞാൻ പിന്നെ നിങ്ങളോട് എനിക്ക് മനസ്സിലായത് പറയാം. ഇസ്ലാമിനെ നിങ്ങൾ വിമർശിക്കണോ? ശരി, സമ്മതിച്ചു. പക്ഷെ ബൈബിൾ നിങ്ങൾ വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയല്ല, വിമർശിക്കാം, വായിച്ചിട്ട് വിമർശിക്കണം. എല്ലാതും വായിച്ചിട്ട് തന്നെ വിമർശിക്കുന്നത്. അപ്പൊ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊന്നും ഒന്നും നല്ലതും കണ്ടെത്തിയില്ല. നല്ലത് ഈ ഖുറാനിലുണ്ട്. എന്നപ്പോ വിമർശനം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. നല്ലത് ഹദീസിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. നല്ലത് ഹദീസിലുണ്ട്. നല്ലത് ഉണ്ടാവും, അതിനെന്താ കാര്യം? അല്ല, അത് നിങ്ങൾ പറയുന്നില്ല. പറയുമ്പോ എല്ലാം പറയണ്ടേ? എന്തിന് വിമർശിക്കുമ്പോ എന്തിനാ നല്ലത് പറയണത്? നല്ലതൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാള് ഇവിടെ നമ്മൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാര്, ആ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയാ കള്ളക്കടത്ത് നടക്കുന്ന ആൾക്കാരോ ആൾക്കാർക്ക് സഹായം ചെയ്തിട്ടുണ്ടാവും. അവർ വീട്ടിൽ നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. അയൽവക്കക്കാരനോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെയല്ല സാറേ നമ്മൾ പറയുന്നത്. ഇതിന് ആകത്തുകയിലല്ലേ എടുക്കുക, മൊത്തത്തിലല്ലേ എടുക്കുക. അതെ. അപ്പോഴും ഞാൻ നല്ലത് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, സ്വാഭാവികല്ലേ. മനുഷ്യന്മാരൊരു സമൂഹത്തിൽ ഒരു കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നല്ലത് ഒട്ടും ഇല്ലാതിരിക്കില്ലല്ലോ. നല്ല ഉപദേശങ്ങൾ ഉണ്ടാവും. അപ്പൊ മുഹമ്മദിന്റെ നല്ല ഉപദേശങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അല്ല, നിങ്ങള് പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? മുഹമ്മദിന്റെ ഏതൊട്ട് സെഡ് വരെ നിങ്ങൾ കുറ്റം പറയുന്നേ ഉള്ളൂ. അതിൽ നല്ല വാക്കുകൾ പറയുന്നില്ല. അതെ. ഈ അവകാശവാദം വെച്ചിട്ടാണ് പറയണതേ. അവകാശവാദം ഇതും പൊരുത്തപ്പെടണ്ടേ? അപ്പൊ നിങ്ങൾ ബൈബിളിലെ ഇത് കാണുന്ന നിങ്ങളുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണോ? അല്ലേ? കാരുണ്യ തന്നെ. അല്ല, നിങ്ങളുടെ ദൈവം കാരുണ്യമല്ലാതെ നമ്മൾ ദൈവം വിളിക്കോ? ദൈവമാണ്. അള്ളാഹുവിനേക്കാളും മോശം ദൈവമാണ് യഹോവ. എങ്ങനെ? നിങ്ങൾ തോറ വായിച്ചിട്ടുണ്ടോ? തോറ വായിച്ചിട്ടില്ല, ബൈബിൾ ബേസ് ചെയ്തിട്ടില്ല. തോറ വായിക്കാത്ത നിങ്ങൾ? ദൈവത്തിന്റെ ആദ്യത്തെ പുസ്തകം തോറയല്ലേ? അല്ല, ഞാൻ ബൈബിളിനെ തോറ വായിച്ചിട്ടുണ്ടോ? തോറയിലെ ഏകദേശം സംഗതികൾ ബൈബിളിൽ ഉണ്ടാവില്ല. നിങ്ങൾ തോറ വായിച്ചിട്ടുണ്ടോ? എന്റെ നിങ്ങൾ ഉദ്ദേശം തോറ വായിച്ചിട്ടുണ്ടോ? ഇല്ല.
പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വർത്താനം പറയാ? അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ ഞാൻ ഒരു പറഞ്ഞത് തെറ്റാണോ അല്ലേ? ഞാൻ അതാ പറയണ, നിങ്ങൾ തോറ വായിക്കി, ഖുറാനും വായിക്കും, തോറയും വായിക്കി. അത് തോരലക്കാരൻ ഞാൻ എന്നിട്ട് എടുത്തിട്ടില്ലല്ലേ. അള്ളാഹു ആണോ യഹോവയാണോ ഭേദം അല്ല എന്ന് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പറയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് തോറ വായിക്കാൻ എത്ര ദിവസം സമയം വേണം? എന്നിട്ട് വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. വായിക്കാതെ വെറുതെ നമ്മൾ അങ്ങനെയല്ല, പറഞ്ഞിട്ട് അല്ല കാര്യമില്ലല്ലോ. ഞാൻ തോരന്റെ ബേസ് ചെയ്ത് സംസാരിക്കുന്നില്ല പിന്നെ സാറേ. ബൈബിൾ ആരതാണ്? ബൈബിൾ മനുഷ്യന്മാരെ എഴുതിണ്ടാക്കിയല്ലേ? അത് നിങ്ങൾ പറഞ്ഞ അഭിപ്രായമല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാം വലിയ നല്ലതായിരിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാം പറയണ്ടേ? ബൈബിൾ ദൈവം വായിച്ചതാ? ബൈബിൾ പ്രവചന ശബ്ദം ദൈവത്തിന്റെ വചനങ്ങളാണോ അതോ ആളുകളുടെ സുവിശേഷമാണോ? യേശുവിന്റെ സുവിശേഷം എന്ന രീതിയിൽ എന്തായാലും എഴുതി വെച്ചാണോ? എന്തായാലും ആൾക്ക് നല്ലത് ഉപകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പിന്നെ ധാർമ്മിക മൂല്യം പട്ടിണി കിടക്കുമ്പോൾ സ്നേഹിക്കുക അല്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ എന്നിൽപ്പെട്ടവനല്ലാന്ന്. അത് നല്ലതല്ലേ? അതല്ലാണ്. പിന്നെ അതുകൊണ്ട് ഇസ്ലാം പത്രം മാറ്റുള്ളതും ക്രിസ്ത്യാനിറ്റി ഭയങ്കര മെച്ചമാവോ? ഇല്ലല്ലോ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കും ക്രിസ്തുവിനെ ഉദ്ദേശിക്കുക. അല്ല, ഞാൻ ഒരു കാര്യം നിങ്ങളെ ക്രിസ്തു പറഞ്ഞ നിങ്ങളെ യഹോവന്നല്ലേ പറയുന്ന കേൾക്ക്. ഞാൻ പറഞ്ഞ യഹോവ ക്രിസ്തു എന്ന് പറഞ്ഞ യഹോവ തന്നെ അല്ലേ സാർ? ഞാൻ പറഞ്ഞ കേൾക്ക്. അല്ലേ? നിങ്ങൾ പറയേ എന്തിനാ? അല്ല, ഒരു മിനിറ്റ്. അല്ലേ, നിങ്ങൾ തോറ വായിച്ചിട്ടില്ല. നിങ്ങൾ തോറ വായിക്കാതെ വായിച്ചിട്ടില്ല. അതാണ് സംഭവം. പിന്നെ എല്ലാം ഏതോട്ട് സെഡ് വരെ ഒന്നുമില്ല. ഞാൻ 3-4 ആവർത്തി ബൈബിൾ വായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വായിച്ചിട്ടുണ്ടോ സാറേ? ഞാൻ പറഞ്ഞ കേൾക്ക് സാറേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് പറയും, വെറുതെ സമയങ്ങളല്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സമയങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടാണ്ടിരിക്കുമ്പോൾ സമയങ്ങളിലാമത്തെ കാര്യമുണ്ടോ? ഇത് നമുക്ക് ഷോർട്ടായി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നല്ലേ. കുറിച്ച് സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ തോറ വായിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഇല്ല. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ആളെന്ന് പറഞ്ഞു. പുതിയ നിയമം കുറച്ചുകൾ അറിയാം. നമുക്ക് പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടല്ലോ. നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? മുഴുവൻ അങ്ങനെയല്ല, നമുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ അതിന് പറയുന്നത് എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക്? മുഴുവൻ സാറ് മനപ്പാടാക്കാൻ പറ്റുമോ? മനപ്പാടായിട്ടുണ്ടോന്നല്ലോ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഒരു 2-3 ആവർത്തി അത് മനസ്സറിഞ്ഞ് വായിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചേ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് മറുപടി പറയും. നമുക്ക് വാർത്തയിലേക്ക് പോവാം. ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലേ? അതിന് പറയാം. എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയാന്? അത് തന്നെ ഞാൻ പറയാൻ പോകുന്നു സാറേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറയുന്ന കേൾക്ക്. എന്നാ പറയും. അതായത് ഞാൻ ബ്ലൈൻഡ് ആണ്. അല്ല, പറയുന്ന ആൾക്ക് നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ അല്ല, ഇപ്പോഴും ഒരു സാറ് ഞാൻ പറയുന്ന കേൾക്ക്. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. ബ്ലൈൻഡിന് വലിയ പരിമിതിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആ വർത്താനം അതിപ്പോ പറയേണ്ട കാര്യമല്ല. അല്ല, നിങ്ങൾ മൊത്തത്തിൽ സെഡ് വരെ വായിച്ചു പറയുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ബൈബിള് ഓഡിയോ ബുക്കായിട്ട് കിട്ടും. എല്ലാ ബൈബിളും ഓൺലൈനിൽ കിട്ടുന്ന സകല ബൈബിളും നമുക്ക് വായിച്ചു തന്നെ തരും. ആ ഫീലിൽ വായിച്ചു തരും. ഇല്ലേ? ഓക്കെ, പറഞ്ഞു കേൾക്ക്. നിങ്ങൾ മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. സാറ് പറയുന്ന കേൾക്ക്. നമ്മളിപ്പോ പിന്നെ ഏതോട്ട് സെഡ് വരെ നമുക്ക് മനപ്പാടൊന്നുമല്ല. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ മറുപടി പറയാന്നേ ഉള്ളൂ. നിങ്ങളത് മറുപടി പറയുന്നില്ല. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സത്യത്തിൽ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ആകൂല. അതാണ് നിങ്ങളെ പ്രശ്നം. ഇല്ല, ആഹാന്നല്ല, നിങ്ങൾ ഇൻസൾട്ട് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആകൂല. നിങ്ങൾ എന്തുവാ, നിങ്ങൾക്ക് ശരിക്കും ഒരാളെ കിട്ടിയില്ല. നിങ്ങളില്ലേ ശരിക്കും ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുക? ഇത് ആരും കൊണ്ടുവരാൻ പറ്റില്ല. വായിച്ചിട്ടില്ല. വായിക്കാത്ത ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല. വായിക്കുന്നല്ല, ഈ നിങ്ങളിപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ സംഗതികൾ കാണും. നമ്മളെ അഭിപ്രായം ഉണ്ടാവില്ലേ? വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങളും പറയണത് എന്നോടേ, നിങ്ങളിപ്പോ എന്താണോ പറയണത് അത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുമ്പോ വിശ്വാസികൾ പറയണ കേക്കൂ. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ മുസ്ലിങ്ങൾ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിറ്റി പറയുന്നത്. നിങ്ങളെ പിന്നെ ക്രിസ്തുവിനെയും മുഹമ്മദ് നബിനെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കലും പറ്റൂല. പറ്റൂലേ? കാരണം ക്രിസ്തു 10-40 മുഹമ്മദ് നബിക്ക് നുബുവത്ത് കിട്ടിയ കാലമായപ്പോഴത്തേക്ക് ക്രിസ്തു പിന്നെ കുരിശിലേറിയതാണ്. പിന്നെ എങ്ങനെ താരതമ്യം ചെയ്യാ? കുരിശിലേറാൻ മുമ്പേ അതിന്റെ ഒരു ഹിസ്റ്ററി ഒന്നുമില്ല. എന്താ ഹിസ്റ്ററി? വെറുതെ കുരിശിലേറി മാത്രമാണോ? നമുക്ക് പൂർണ്ണനായ ദൈവം യഹോവയല്ലേ? അതെ. യഹോവനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ പിന്നെ ഈ ദൈവസൃഷ്ടിയിലെ ഏറ്റവും ദൈവസൃഷ്ടി എല്ലാ സൃഷ്ടിയിലും പോലല്ല മനുഷ്യൻ.
മനുഷ്യന് ഞാൻ വിവേചന ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വിവേചന ഇസ്ലാം ബുദ്ധി മത കൊടുത്തിട്ടുണ്ട് സാറേ. വിശ്വാസി ഒരു അപ്പൊ ഇസ്ലാം ഇല്ലേ, മത വിശ്വാസിയുടെ സംസാരം നിങ്ങളെ സംസാരം തമ്മിൽ എന്താ വ്യത്യാസം? അല്ല പറയുന്ന കേൾക്ക് സാറേ, ഞാൻ പറയുന്ന കേൾക്ക്. പറ. മനുഷ്യന് വിവേചന ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ ഏത് ദൈവം? നന്മ തിന്മ കേൾക്ക്, നന്മ ഏത് തിന്മ ദൈവം? വിവേചിച്ചറിയാനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ഈ ദൈവം? ബൈബിളിൽ കാണുന്ന ഓരോ ശിക്ഷണമൊക്കെ മനുഷ്യന്മാരെ തെറ്റുകൊണ്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷണമായിരിക്കാം. എന്താ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. പറഞ്ഞുതരാം. അല്ല ഞാൻ പറയല്ല, അല്ല ലളിതമായിട്ടുള്ള അല്ല ചോദ്യങ്ങൾ എന്റെ കാര്യം ഞാൻ ചോദിക്കാം. പറയട്ടെ. മനുഷ്യൻ മറ്റുള്ള ജീവിതം പോലെയൊന്നല്ല. ഉം. മനുഷ്യന് വിവേക ബുദ്ധി കൊടുത്തിട്ടുണ്ട്. നന്മ തിന്മ വിവേചിച്ചറിയാനുള്ള ശക്തി മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഉം. ആ തിന്മയിലേക്ക് പോകുമ്പോൾ ഉം. ദൈവശിക്ഷ മനുഷ്യന് കൊടുത്തിട്ടുണ്ടാകാം. അതായിരിക്കും നിങ്ങൾ പഴയ നിയമം തോറലും കാണുന്നത്. ഉം. കഴിഞ്ഞോ? അത് ആർക്കും ദാവീദിനായാലും പിന്നെ ആർക്കും ലൂത്തിന് ആർക്കായാലും അവരുടേതായ ഒരു അതന്നെ പാവം ഉണ്ടാകുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നത്. അതന്നെയാണ് ഖുറാനിലുള്ളൂ. അത് എങ്ങനെ? അതന്നെ ഖുറാനിലുള്ളൂ. ദൈവം അല്ലാത്തവരെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, അല്ലേ? അത് ബൈബിളും അങ്ങനെ തന്നെയല്ലേ? എങ്ങനെ ബൈബിള് ദൈവം അങ്ങനെ അല്ലാത്തവരെ ആരാധിക്കുക, യഹോവ അല്ലാത്തവരെ പൂജിക്കുക, അതന്നെയല്ലേ ഏറ്റവും വലിയ തെറ്റ? അല്ല, ബൈബിളിൽ യഹോവ അല്ലാത്തവരെ ആരെ പൂജിക്കുന്നത്? യഹോവ അല്ലാത്തവരെ പൂജിക്കുന്നതല്ലേ ഏറ്റവും വലിയ തിന്മ? അല്ല, ആരെ പൂജിക്കുന്ന പറയാതാ എന്നാ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ബൈബിളിൽ ആരെങ്കിലും പൂജിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ ഞാൻ പറയുന്ന അർത്ഥം. ബൈബിൾ നിയമം അനുസരിച്ച് യഹോവയുടെ നിയമം അനുസരിച്ച്, പഴയ നിയമം അനുസരിച്ചിട്ട് ഏറ്റവും വലിയ തിന്മയായിട്ട് ദൈവം കാണുന്ന കാര്യം എന്താ? ഈ തിന്മ എന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ടാക്കുന്ന തിന്മ എന്താണ് ഏറ്റവും വലിയ തിന്മ? അത് പറയേ. വിഗ്രഹാരാധന. അതന്നെയല്ലേ അതന്നെയല്ലേ ഇപ്പൊ ഖുറാനിലെയും ഏറ്റവും വലിയ തിന്മ. എന്റെ സാറേ, തിന്മ ചെയ്തതിന് ആളുകളെ ശിക്ഷിക്കുന്ന ദൈവം അതന്നെയല്ലേ അള്ളാഹു. അതന്നെ ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യന് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യന് തെരഞ്ഞെടുക്കാൻ അവകാശം ഉണ്ടല്ലേ? നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യ സ്വതന്ത്രനാണ് സാറേ. ഒരു അതെങ്ങനെ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവുക? ദൈവത്തിന് അല്ല, സ്വതന്ത്രനാണെന്ന് അവന് വേണ്ടത്. സാത്താൻ ഒരു സൃഷ്ടി ഉണ്ടോ? സാത്താൻ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സാത്താൻ എന്നാ സൃഷ്ടാവെന്നല്ല. സാത്താൻ ദൈവ സൃഷ്ടിയാണോ? അല്ലേ? സൃഷ്ടിയല്ല, സൃഷ്ടാവല്ല. പിന്നെ അതെന്താണ്? അതൊരു തിന്മ. അതെങ്ങനെ ഉണ്ടായതാ? തിന്മ സൃഷ്ടിയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നല്ലേ? പറയൂ. സാത്താൻ തിന്മ സൃഷ്ടിയല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആരാണ് സാത്താൻ? സാത്താൻ നന്മയുടെ എതിര്. നന്മയുടെ എതിര് ആരാണ്? സാത്താൻ. അപ്പൊ ദൈവം സൃഷ്ടിച്ചല്ലാത്തത് പ്രപഞ്ചത്തിലുണ്ടോ? ഇത് തന്നെ ഞാൻ പറയുന്നത്. ദൈവം മനുഷ്യനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. എന്റെ ചോദ്യം. അതെ അതെ അതെ. ദൈവം സൃഷ്ടിച്ചതല്ലാത്ത എന്തെങ്കിലും പ്രപഞ്ചത്തിലുണ്ടോ? ദൈവം സൃഷ്ടിച്ചോടൊപ്പം മനുഷ്യന് വിവേചന അധികാരം. അതിന്റെ അല്ല, മനുഷ്യൻ നിങ്ങളൊരു ഭാഗത്ത് നിക്ക്. എല്ലാത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണോ? അല്ലേ? ഇതിന്റെ മറുപടി തന്നെ സാറേ, മനുഷ്യൻ ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ടെന്ന്. വിശ്വാസക്കുറവുണ്ടോ? ദൈവത്തിന് വിശ്വാസല്ലേ? ഉണ്ട്, 100%. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബേസിക് ആയിട്ട് മാത്രം അന്ധവിശ്വാസമില്ല. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണോ? ഈ ബേസിക്കൽ വിശ്വാസമില്ല, അന്ധവിശ്വാസം. ഇന്നത്തെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അന്ധവിശ്വാസം എനിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണോ? അതെ അതെ. അപ്പൊ സാത്താനെ സൃഷ്ടിച്ചതാരോ? അതെ. ഹലോ, സാത്താനെ സൃഷ്ടിച്ചതാരോ? ഇല്ലല്ലോ, റേഞ്ച് ഒന്നും പോയിട്ടില്ല. സാത്താൻ എന്ന് പറഞ്ഞൊരു ജീവിയില്ല. അതൊരു തിന്മയുടെ ശക്തിയാണ്. ശരി. ആ ശക്തിനെ സൃഷ്ടിച്ചതാരാണ്? ആ ശക്തി ഉണ്ടാക്കിയതാരാണ്? പിന്നെ ശക്തി അതന്നെ ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ദൈവം മനുഷ്യൻ ദൈവത്തിന്റെ കൺട്രോളിലാണോ? അല്ലേ? കൺട്രോൾ എന്നല്ല, മനുഷ്യൻ ദൈവത്തിന്റെ വിവേചന ശക്തി കൺട്രോളിലാണോ? അല്ലേ? അങ്ങനെയല്ല, മനുഷ്യൻ ദൈവത്തിന്റെ വിവേക ദൈവത്തിന്റെ കൺട്രോളിലാണോ? നിങ്ങൾ പിന്നെ പറഞ്ഞ ഉത്തരം തന്നെ സുഹൃത്തെ, നിങ്ങൾക്ക് വിശ്വാസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? സാത്താൻ ദൈവസൃഷ്ടിയാണോ? അല്ലേ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞത്. സാത്താനെ സൃഷ്ടിച്ചത് സാത്താൻ സൃഷ്ടിച്ചില്ല. പിന്നെ അല്ല, സാത്താൻ എന്ന് പറഞ്ഞ സംഗതിയില്ല. അത് മനുഷ്യൻ ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തിട്ട് അത് മനുഷ്യൻ പിന്നെ വേണ്ടത് ഉപയോഗിക്കുമ്പോൾ സാത്താനായി തീർന്നു. ഹവ്വയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാമ്പായി സ്വർഗത്തിലെത്തിയതാരാ? അതിന് വിവേചന ബുദ്ധി ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ആരാണ് പാമ്പായി വന്നത്? അത് പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പൊന്നല്ലത്. പിന്നെ ആരാ? അത് പിന്നെ ദൈവം അവർക്ക് പൂർണ്ണമായ ബുദ്ധി കൊടുത്ത് പിന്നെ എല്ലാ സാധനവും ദൈവം കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ ബുദ്ധിയുള്ളവനല്ലേ? ഞാൻ ചോദിച്ചത് പാമ്പല്ല ഇങ്ങനെ പറയുന്നല്ലേ? ആരാ വന്നത്? പാമ്പ് ഇങ്ങനെ പറയുന്നല്ലേ? അശരീരിയ? അശരീരി ഒന്നുമല്ല, ഒരു തിന്മയുടെ ശക്തി. തിന്മയുടെ ശക്തി ആരാണ്? തിന്മയുടെ ശക്തി സാത്താന്.
സാത്താൻ ഒരു ജീവിയാണോ, ഒരു അല്ല അല്ല, അവസ്ഥയാണോ? ജീവിയൊന്നുമല്ല, അല്ല, അതൊരു ശക്തിയാണ്. ദൈവം ശക്തിയാണ്. ശക്തി, ദൈവം ഒരു ദൈവം ശക്തിയാണോ? ജീവിയല്ല അല്ലേ? അതൊരു ശക്തിയല്ലേ? ദൈവം ഒരു ശക്തിയാണോ, ആ ശക്തിയാണ്, ജീവിയല്ല. ജീവിയാണ്. അപ്പൊ ദൈവത്തിന് സമമായി മറ്റൊരു ശക്തിയാണ് സാത്താൻ. അല്ല 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 അല്ല, സമശക്തിയല്ല. പിന്നെ ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് മനുഷ്യൻ. സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയന്ത്രണത്തിന് പുറത്താണ്. നിയന്ത്രണമല്ല, ദൈവം മനുഷ്യന് വിവേക ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശക്തിയാണ്. നമുക്ക് വരാം, നമുക്ക് ദൈവം സാത്താനെ തീരുമാനാക്കാം. ദൈവം സാത്താൻ സൃഷ്ടിച്ചില്ല. ഇല്ല, സാത്താൻ ദൈവം സൃഷ്ടിച്ചില്ല. ദൈവത്തിന്റെ സൃഷ്ടി അല്ലാതെ തന്നെ ഒരു ശക്തി പ്രപഞ്ചത്തിൽ വേറെ ഉണ്ട്. ദൈവത്തിന്റെ എതിരായിട്ട് ഒരു ശക്തി ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാതെ തന്നെ പ്രപഞ്ചത്തിലുണ്ട്. ഈ എല്ലാ സൃഷ്ടി ഇതൊക്കെ മനുഷ്യനെ ബാധകമാകുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ മനുഷ്യനല്ലേ പിന്നെ ബുദ്ധിയുള്ളവേ. എല്ലാ കഥയും പറഞ്ഞുതരാം. അല്ല, കഥയൊന്നല്ല, എനിക്കിതാണ് അറിയേണ്ടത്. സാത്താൻ ഒരു ജീവിയില്ല. സാത്താൻ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ദൈവം എങ്ങനെ ഉണ്ടായി ഞാൻ ചോദിക്കില്ലേ നിങ്ങളോട്? ദൈവം എങ്ങനെ ഉണ്ടായി? ദൈവം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഇത് പറയും സുഹൃത്തെ. അല്ല അല്ല അല്ല, മറുപടി നമുക്ക് ചോദിക്കല്ലേ? അല്ല അല്ല അല്ല, അപ്പൊ നിങ്ങൾ പാപ്പ എങ്ങനെ ഉണ്ടായി? അതന്നെ, അങ്ങനെ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് അതിന് മറുപടി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പാപ്പാന്റെ നിങ്ങൾ അതിന്റെ മറുപടി പറ. എന്ത്? ഞാൻ ചിലപ്പോ 10,000 തലമുറയും ചോദിക്കും, നിങ്ങൾ മറുപടി പറ. അങ്ങനെ പോകും. അപ്പൊ ഇത് ഇങ്ങനെ പോകും. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ നമുക്ക് വേറെ പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ നിങ്ങൾ 100% ശരി എന്ന് പറയുമ്പോൾ ദൈവമില്ല പറയുന്നത്. ബേജാറൊന്നുമില്ല, ഞാൻ ഇപ്പൊ പള്ളിയിൽ പോയിട്ട് വരുന്ന. നിങ്ങള് രാവിലെ കുർബാന കഴിഞ്ഞ് വരാ? അതൊക്കെ കഴിഞ്ഞു വരിക. സോപ്പൊന്നും വേണ്ട സാറേ, ഈ സോപ്പ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. അല്ല, അത് പോട്ടെ. ആരാണ് സാത്താനെ സൃഷ്ടിച്ചത് പറയൂ. സാത്താൻ സൃഷ്ടിച്ച സാത്താൻ ജീവിയല്ല, അതൊരു തിന്മയുടെ ശക്തിയാണ്. ആര് സൃഷ്ടിച്ചല്ല? സൃഷ്ടിച്ചല്ല, അത് മനുഷ്യന്റെ പിന്നെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുന്ന സംഗതിയാണ്. സൃഷ്ടിച്ചതാരാ? അത് മനുഷ്യന്റെ വിവേചന അധികാരത്തിൽ എന്ന വിവേചന ബുദ്ധിയിൽ വരുന്ന ഒരു ശക്തിയാണ് സാത്താന്റെ ശക്തികൾ. നിങ്ങൾക്ക് ബൈബിളും അറിയില്ല, നിങ്ങൾക്ക് സാത്താനെ സൃഷ്ടിച്ചത് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചിട്ട് ദൈവമാണ്. അതൊന്ന് പറഞ്ഞുതരോ? അതിന്റെ ഒരു തെളിവ് പറഞ്ഞുതരോ? ഓ പറഞ്ഞു. നിങ്ങൾ ബൈബിള് വായിക്കി. അല്ല എനിക്ക് അറിയും, പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നിങ്ങള് വെറുതെ ഇങ്ങനെ വീരവാദം അടിക്കാൻ വേണ്ടി ഫുള്ള് വായിച്ചു നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു തെളിവ് പറഞ്ഞൊക്കെ മനസ്സിലാവും, ഇന്ന് സംഗതി ഉണ്ടോന്നൊക്കെ മനസ്സിലാവും. എന്തിന്? അല്ല, നിങ്ങൾ ആ ഒരു തെളിവ് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഞാൻ ബൈബിൾ അടിച്ച് പിന്നെ ഒന്നും കലക്കി മറിച്ചിട്ടൊന്നുമില്ല. ജോൺ 13 വായിച്ചേ കേക്കട്ടെ. അല്ല, നിങ്ങളിത് വാക്യം പറഞ്ഞു, എനിക്ക് വായിക്കാൻ. നിങ്ങൾ സാറ് നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ആമുഖം പറഞ്ഞോ, വാക്യൊക്കെ മനസ്സിലാവും. പറഞ്ഞോ. എന്താണ്? എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്, സാത്താൻ ഉൾപ്പെടെ സകലത്തിനെ. സാത്താന്റെ പേരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ സാത്താൻ എങ്ങനെ ഉണ്ടായി നിങ്ങൾ പറയണ്ടേ? അല്ല, സാത്താന്റെ പേര് പറയുന്നുണ്ടാ? ദൈവം സൃഷ്ടിച്ചല്ലാന്ന് പറയുന്നു. അല്ല, സാത്താന്റെ പേര് പറയുന്നുണ്ടാ? പിന്നെ യോഹന്നാൻ സുവിശേഷത്തില് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സാത്താന്റെ പേര് പറഞ്ഞല്ലോ സാറേ. ആദ്യം ചോദിച്ചു, ഒന്നുകൂടെ ചോദിക്കാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളില് പിന്നെ നമ്മള് ബൈബിൾ വായിച്ചിട്ടുണ്ടോ മുഴുവനായിട്ട്? മുഴുവനായിട്ട് ഉണ്ടായിക്കാം. നിങ്ങൾ പറഞ്ഞു, ഒരു റെഫറൻസ് പറഞ്ഞു സാറേ. നിങ്ങൾ റെഫറൻസ് പറഞ്ഞോ. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല പറഞ്ഞോളാ. എങ്ങനെ? നിങ്ങൾ ഓരോ തെളിവ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അറിയില്ലെങ്കിൽ അറിഞ്ഞാ പറഞ്ഞോളാ. അങ്ങനെ മൊത്തം ഇപ്പൊ വലിയ വായിച്ചിട്ട് എനിക്കങ്ങനെ ഓരോ ഭീരവാദം അടിക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാം. അല്ല, നിങ്ങൾ എന്ത് പറയും മൊത്തം വായിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു ജയത്തിന് വേണ്ടി പറയുന്നല്ലേ. നമ്മളങ്ങനെ മൊത്തം നമുക്ക് ഏകദേശം നമുക്ക് അറിയാം. അല്ലാണ്ട് എനിക്ക് ഭീരവാദമായിട്ട് ഇങ്ങനെ മൊത്തം പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും പെട്ടെന്ന് പറയാൻ കിട്ടില്ല. സാത്താനെ സൃഷ്ടിച്ചത് ആരാണെന്ന്? സാത്താനെ പിന്നെ സാത്താനെ സൃഷ്ടിച്ചെന്നുള്ള ഒരു വചനം നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? സാത്താൻ ആരാ സൃഷ്ടിച്ചത് നിങ്ങൾ പറയില്ല. എന്റെ അറിവിൽ ദൈവം സൃഷ്ടിച്ചില്ല. നിങ്ങളെ അറിവല്ലേ ഞാൻ ചോദിച്ചത്? സാത്താൻ ആരാ സൃഷ്ടിച്ചത്? സാത്താൻ ഒരു ശക്തിയാണ്. ഒരു ശക്തി വെറുതെ അതൊരു ജീവിയല്ല. അത് നമ്മളെ ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും പിന്നെ അപ്പുറം ഒരു നല്ല സാധനം ഇപ്പുറം ഒരു മോശം ചിന്തിക്കാൻ ശക്തി ഉണ്ടാവില്ല. ഇപ്പൊ അപ്പുറം ഇപ്പുറം ഒരു സാധനം വെച്ച് നല്ല സാധനം മോശത്താണോ? പിന്നെ ഞാനിപ്പോ മോശത്തല്ല, എന്റെ ബുദ്ധിയല്ലത്. അതെന്റെ ബുദ്ധിയല്ലേ?
അത് ശരി. അപ്പൊ നിങ്ങക്ക് പിന്നെ ദൈവവിശ്വാസം പിന്നെ പകുതിയേ ഉള്ളൂ. മനുഷ്യൻ തന്നെയല്ലേ ദൈവം പിന്നെ അങ്ങനത്തെ എന്നപ്പോ വിവേചന ബുദ്ധി കൊടുത്തത്. ഉം? മനുഷ്യൻ തന്നെയാണ് ദൈവം വിവേചന ബുദ്ധി കൊടുത്തത്. ആ അപ്പൊ പിന്നെ അവിവേകമായി ചെയ്യുന്നല്ലോ സാത്താന്റെ ശക്തി, ഉം വിവേകമായി ചെയ്യുന്നത് പിന്നെ ദൈവശക്തി. ഉം. അപ്പൊ ഈ സാത്താനിക ശക്തി എങ്ങനെ ഉണ്ടായിന്ന്? അതന്നെ മനുഷ്യന്റെ വിവേചന ബുദ്ധി അനുസരിച്ചുണ്ടാകുന്ന സംഗതികളാണ്. എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്? സാത്താൻ ജീവിയല്ല, ജീവിയല്ല. അതിന്റെ ഈ ദൈവം മനുഷ്യന് പിന്നെ എല്ലാ സാധനവും കൊടുത്തു. നിനക്ക് തന്നെ തെരഞ്ഞെടുക്കാനുള്ള വേണമെന്ന് വേണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ശക്തിയും കഴിവും ദൈവം കൊടുത്തു. അത് ഓരോ ഗോത്രങ്ങളിലും മറ്റും മനുഷ്യന്മാര് വേണ്ടാത്ത കാട്ടിക്കൂട്ടുമ്പോൾ ദൈവ ശിക്ഷണം ഉണ്ടാവും. അല്ല ശരിക്കൊന്നും വേണ്ട, അങ്ങനെയാണ് സംഗതികൾ. ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയാനൊന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയാൻ നമുക്ക് പറഞ്ഞിട്ടൊക്കെ പറയാൻ പറ്റും. നിങ്ങളോട് തർക്കിക്കുന്നത് അല്ല, തർക്കമല്ല. ഒരു വചനാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വചനാടിസ്ഥാനത്തിൽ സംസാരിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ വായിച്ചില്ലെങ്കിൽ ഒന്നും അറിയുന്ന ഇപ്പൊ ഞാനിപ്പോ ഇത്ര സംസാരിച്ച് ഒന്നും അറിയാൻ സാർ പറയുന്നത്. വചനം പറയൂ, ഏതെങ്കിലും ഒരു വചനം പറഞ്ഞിട്ട് എന്തെങ്കിലും പറയട്ടെ. എന്റെ സാർ വചനം എനിക്കറിയാം. എന്തിനാ ഇങ്ങനെ പറയൂ, സാത്താനുമായി ബന്ധപ്പെട്ട ഒരു വചനം പറയൂ. സാത്താന്റെ ഏത് വചനം പറയൂ? സാത്താനുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞ ഒരു വചനം പറയൂ. ഏതെങ്കിലും തോട്ടത്തിലെ കാര്യ നിങ്ങൾ ഏതെങ്കിലും പറയും. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഏതെങ്കിലും തോട്ടല്ലേ? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിശാച് എങ്ങനെ ഉണ്ടായിന്നാണ് ഞങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. പിശാച് ഉണ്ടില്ല, ആ ഒരു ശക്തിയാണ്. പിശാച് ഒരു ശക്തിയല്ല, പൈശാചി ശക്തി. അതായത് ഈ മനുഷ്യന്റെ വിവേക അവിവേക ബുദ്ധിന്റെ ശക്തിയാണോ പാമ്പിന്റെ രൂപം പൂണ്ടത്? ആയിരിക്കാം. പാമ്പിനെ ആരാ സൃഷ്ടിച്ചു അല്ലേ? പാമ്പിനെ ആരാ സൃഷ്ടിച്ചു ചോദിക്കുന്നു. പാമ്പിനെ ആരാ സൃഷ്ടിച്ചു ഞാൻ ചോദിച്ചില്ല. അല്ല, പാമ്പ് പറഞ്ഞു എന്താണ് പിന്നെ പാമ്പിന്റെ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുമോ? എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പാമ്പാന്ന് പിന്നെ ആദ്യത്തെ നിങ്ങള് കുർബാനൊക്കെ കഴിഞ്ഞല്ലേ? അങ്ങനല്ല, നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് അല്ല, ബൈബിൾ വായിക്കാത്ത കുറവൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല നിങ്ങൾ വിജയം പറ്റുന്ന സംഗതികൾ മാത്രം യൂട്യൂബിലിടൂ. പരാജയപ്പെടുന്നത് നിങ്ങൾ യൂട്യൂബിൽ ഇടൂല. യൂട്യൂബിൽ ഇടൂലെന്നായിരിക്കും. അല്ല, യൂട്യൂബിൽ ഇടുന്ന നിങ്ങൾ ഇഷ്ടം. നിങ്ങൾക്ക് വിജയം കിട്ടുന്ന സംഗതികൾ മാത്രം. പരാജയപ്പെട്ടല്ലോ അല്ലേ? അല്ല, അങ്ങനൊന്നും പറയില്ല. പിന്നെ അല്ല, നിങ്ങളിപ്പോ നിങ്ങളിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പിന്നെ ഫോൺ വെച്ച് പോകാന്ന് പറയുമ്പോ ഇപ്പൊ ഞാനിപ്പോ ചോദിച്ച എല്ലാം ബേഡാണോ? അല്ല, ഞാനിപ്പോ പറഞ്ഞ കാര്യം ബേഡാണോ? ബഹളം ഉണ്ടാക്കല്ലേ? നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തോറ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? തോറ വായിച്ചിട്ടില്ല. അല്ല, ബൈബിൾ വായിച്ചിട്ടുണ്ട്. ബൈബിളിന്റെ പിന്നെ ഇങ്ങനെ ഒരു ഓർഡർ പോലെ ഇല്ലേക്കും ബൈബിളിന്റെ സംഗതികളൊക്കെ എനിക്ക് അറിയാം. നിങ്ങൾക്ക് അറിയോന്നല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ പഴയ നിയമം പുതിയ ഏകദേശം എല്ലാം അറിയാം. പഴയ നിയമം പുതിയ നിയമം നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട്. ഉണ്ട്. അതിൽ നിങ്ങൾ പിശാചിനെ സൃഷ്ടിച്ചത് ആരാന്ന് കണ്ടിട്ടില്ല? ഏത് പിശാചിനെ സൃഷ്ടിച്ചത്? ഈ ഒരു പിശാചിന്റെ കാര്യം മാത്രമേ ബൈബിളിലുള്ളൂ. അല്ല, പിശാചിനെ നിങ്ങളെ ഈ ഒരു 100 ഒറ്റ ഈ ഒരുപാട് പ്ലസിന്റെ എങ്കിലും നിങ്ങൾ മൈനസ് മാത്രം എടുത്ത് സംസാരിക്കുന്ന പ്രശ്നം. മൈനസ് എന്ത് ചെയ്യും നമ്മള്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പ്ലസ് എന്ത് ചെയ്യും? മൈനസ് എന്ത് ചെയ്യും? പ്ലസ് എന്ത് ചെയ്യും? പ്ലസ് അവിടെ കിടക്കും. അങ്ങനെ പ്ലസിന് ഇപ്പൊ ദൈവം വേണമെന്നില്ല. മൈനസ് എവിടെ നിന്ന് വന്നു? അതാണ് നമുക്ക് അറിയേണ്ടത്. മൈനസ് എവിടെ നിന്ന് വന്നിട്ട് അത് നമ്മൾ ശരിക്കും അതിന്റെ പഠനം നടത്തുമ്പോൾ അത് മൈനസായി തീരൂല. ദൈവത്തിന്റെ സൃഷ്ടിയാണോ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണോ? ഇതാണ് ചോദ്യം. അത് സൃഷ്ടിയല്ല. മനുഷ്യൻ ദൈവത്തിന് വിവേചന ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് അതിനുള്ള നിയന്ത്രണം ഉണ്ടോ? മനുഷ്യൻ ദൈവത്തിന് ദൈവം മനുഷ്യന് ബുദ്ധി അല്ല, അതെല്ലാം പറയുന്നത് സാറേ. മനുഷ്യൻ ദൈവത്തിന് വിവേക ബുദ്ധി കൊടുത്തു. പൈശാചിക എന്തിനും ഈ മാനസികമായിട്ട് ഉൾക്കൊള്ളുന്ന പൈശാചികല്ലോ. പൈശാചികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണോ ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണോ? ഈ മനുഷ്യൻ പാവം ചെയ്യുമ്പോ ദൈവം സൃഷ്ടിക്കും. ചോദിക്കുന്നത് പൈശാചികതയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇല്ല, പൈശാചിക ദൈവത്തിന്റെ സൃഷ്ടിയല്ല. അല്ല, ദൈവത്തിന് അതിന്റെ മുകളിൽ നിയന്ത്രണം. ദൈവം ആരും മോശം ആഗ്രഹിക്കുന്നില്ല. നിയന്ത്രണം ഉണ്ടോ? ദൈവത്തിന് നിയന്ത്രണം ഉണ്ടോ? ഇല്ല.
അപ്പൊ ദൈവത്തിന്റെ നിയന്ത്രണത്തിനല്ലാത്ത പുറത്തുള്ള ശക്തിയാണ് പിശാച്. അതെ അതെ അതായത് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുള്ള ശക്തി. അതായത് ദൈവത്തിന് പിശാചിന്റെ മേൽ നിയന്ത്രണമില്ല. നിയന്ത്രണം എങ്ങനെ ഉണ്ടാവുക? ഇല്ല. പിന്നെ അല്ല 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 ഈ പിശാച് അങ്ങനെ മോശ ശക്തി അടിച്ചോട്ടിക്കേണ്ട ശക്തി ദൈവത്തിന്റെ വാക്കുകളിലൂടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന് പ്രപഞ്ചത്തിന്റെ മുകളിൽ എല്ലാത്തിനും നിയന്ത്രണമല്ലേ? ഈ പൈശാചിക ശക്തിയും പ്രേതാത്മാവ് ഒന്നാ? ഞാൻ ചോദിക്കുന്നത്, ഈ പൈശാചികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണോ? അല്ല, നിങ്ങൾ പറയുന്നു അതിന് മുകളിൽ ദൈവത്തിന് അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി അല്ലാത്തത് പ്രപഞ്ചത്തിലുണ്ട് നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ പിന്നെ എല്ലാം സൃഷ്ടിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞാൽ ലോജിക്കില്ല. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ആ പൈശാചികതയുടെ മുകളിൽ ദൈവത്തിന് നിയന്ത്രണമുണ്ടോ? ആ പിശാചിന് മുകളിൽ അല്ലെങ്കിൽ പൈശാചികതയുടെ മുകളിൽ ദൈവത്തിന് നിയന്ത്രണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് നിയന്ത്രണമുണ്ട്. ദൈവം നല്ല മനുഷ്യനെ കൊണ്ടുവരാൻ പൈശാചികതയുടെ മുകളിൽ നിയന്ത്രണമുണ്ടോ ഇല്ലേ? അത് തട്ടിമാറ്റി നല്ലതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വചന ദൈവവചനം. ദൈവത്തിന് നിയന്ത്രണം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ കട്ടക്കാർക്ക് മറുപടി പറയണമെന്നുണ്ടോ? നിങ്ങൾ പറയണം. അങ്ങനെ പറയല് ചോദിച്ചതിനാണ് മറുപടി പറയണ്ടേ? അല്ല നിങ്ങൾ വിചാരത്തിന് ഉത്തരം കിട്ടുന്ന ആ ഉത്തരം നിങ്ങളെ സൃഷ്ടിയാണ്. ആ ഉത്തരം നിങ്ങളെ സൃഷ്ടിയാ സാറേ. നമ്മൾ ഇങ്ങോട്ട് എത്തിയത് പൈശാചികതയിലേക്ക് നമ്മൾ എവിടുന്ന് എത്തിയത്? യഹോവ, പിന്നെ തോറയിലെ യഹോവ കാരുണ്യവാനാണ്. പിന്നെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞത് മനുഷ്യന്റെ പൈശാചിക പ്രേരണയിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടാവാം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ ചോദ്യം യേശുക്രിസ്തു ആണ്. യേശുക്രിസ്തു യഹോവനല്ലേ? യേശുക്രിസ്തു ഒന്നല്ലേ? അല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ യഹോവനെ യേശുവിന് വേറെ വേറെ കാണുന്നത്? ആരോട് വേറെ കാണും? പിന്നെ നിങ്ങളെ യഹോവ നമ്മള് എല്ലാം കൊറേ കാലം സംസാരിക്കാതെ ഇപ്പോഴുള്ള കാലം സംസാരിക്കും. ക്രിസ്തുവിനെ വിട്. ക്രിസ്തു എന്ന് പറയുന്നത് ആളുകളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, അല്ലെ, പാപമോചനത്തിന് വേണ്ടി, പാപമെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി മനുഷ്യജന്മം പൂണ്ട യഹോവനല്ലേ? നമ്മളെ വിശ്വാസം അതാണ്, അല്ലേ? അപ്പൊ യഹോവനല്ലേ ഒറിജിനൽ ദൈവം? അതെ അതെ. അപ്പൊ പിന്നെന്താ കാര്യം? അപ്പൊ നമ്മൾ യഹോവനെ മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇടക്കാലത്ത് വെച്ച് താൽക്കാലികമായിട്ട് വന്നു പോയ യേശു അടക്കട്ടെ, യഹോവനെ കുറിച്ച് പറയും. യേശു പിന്നെ താൽക്കാലികമായിട്ട് അല്ല അല്ല, അതായത് മനുഷ്യൻ പിന്നെ എല്ലാ രീതിയിലും പാവം ചെയ്ത് യേശു സർവ്വവ്യാപിയായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. യേശു മരിച്ചോ? ദൈവശക്തിയല്ലേ? യേശു ദൈവല്ലേ? യഹോവനല്ലേ യേശുവായിട്ട്? അതെ അതെ, ആ ദൈവം മനുഷ്യനെ അവതരിച്ചത് ബൈബിളിൽ അങ്ങനെ പറയുന്നു. നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കണമെന്നും ഞാൻ പറഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ ധാർമ്മിക മൂല്യങ്ങൾ അല്ല. അയ്യോ പറഞ്ഞേക്ക്, യേശുക്രിസ്തുവിന്റെ നിങ്ങൾ ഒരു അല്ല നിൽക്കുന്നല്ല, ഞാൻ പറഞ്ഞ വിശ്വാസികൾ, അതായത് ഇസ്ലാമിനെ ഞാൻ നിരന്തരമായിട്ട് വിമർശിക്കുന്ന സമയത്ത് വിശ്വാസികൾ വന്ന് നിലവിളിക്കുന്നത് പോലത്തെ ഒരു നിലവിളി മാത്രമാണിത്. അത് നിങ്ങൾക്ക് തോന്നിയാൽ മതിയാ? നിങ്ങൾക്ക് തോന്നുന്നല്ല ശരിയായിരിക്കണമെന്നുണ്ടാ? അയ്യോ എന്റെ സാർ, നിങ്ങൾക്ക് തോന്നുന്നല്ല ശരിയായിരിക്കണമെന്നുണ്ടാ? കുരുപൊട്ടി അത്രേ ഉള്ളൂ. ബൈബിളിനെ കുരുവൊന്നും അയ്യോ ഞാൻ അങ്ങനത്തെ വർഗീയതല്ല. നമ്മൾ നല്ല നല്ല നിങ്ങൾ പറഞ്ഞല്ലേ ശരിയായിരിക്കണമെന്നുണ്ടാ? നിങ്ങൾ ഉത്തരം കിട്ടുമ്പോ കുരുപൊട്ടി പിന്നെ എന്നെ കാല് പൊട്ടി എന്ന് പറയുമ്പോ അത് നമ്മളായിട്ടൊന്നും നല്ലല്ലേ? എന്നെ വിളിച്ച് ചീത്ത പറയുന്ന എല്ലാ മുസ്ലിങ്ങളും അതൊന്നും എനിക്കറിയില്ല. അവർക്ക് വൈകാരികമായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? അതേ ഇപ്പൊ നിങ്ങളോട് പറയേണ്ടത് യേശുക്രിസ്തു മുഹമ്മദ് നബി. യേശുക്രിസ്തു മുഹമ്മദ് നബി അല്ലേ യഹോവ? നിങ്ങൾക്ക് എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരൊറ്റ വാചകം പോലും നിങ്ങളുടെ നമ്മൾ എന്തിനാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്? പിന്നെന്ത് മുഹമ്മദിനെ എടുക്കാണ്ട് അള്ളാഹിനെ മാത്രം എടുത്താൽ പോരെ? അല്ല ഒരു മിനിറ്റ്, എന്നാ നിങ്ങൾ മുഹമ്മദിനെ എടുക്കാണ്ട് അള്ളാഹിനെ മാത്രം എടുത്താൽ പോരെ? അള്ളാഹുവിനെ എടുക്കും. നിങ്ങൾക്ക് ജനങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മുഹമ്മദിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞുതരാം. ഇസ്ലാമില് മുഹമ്മദ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനാണ്. ദൈവം മനുഷ്യരൂപം പൂണ്ടതല്ല. അള്ളാഹു മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് മുഹമ്മദ്. അല്ല, ദൈവത്തിന്റെ പകുതി രൂപം ഒരു പ്രവാചകനിൽ വരുന്നില്ലേ? എങ്ങനെ? ഇല്ലല്ല. പിന്നെ 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 എന്താ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രവാചകൻ. അത് അറിയിച്ചു കൊടുക്കുന്ന അറിവ് മാത്രം കൊടുക്കുന്നു. അപ്പൊ പുള്ളിക്കൊരു സ്ഥാനമില്ല. പുള്ളിക്ക് എന്ത് സ്ഥാനം? പുള്ളി ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാമെന്ന ആളെന്നല്ലേ പറഞ്ഞത്? അതെ. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ യേശുവിനെ വിശ്വസിക്കുന്ന പോലെ അല്ല ഇസ്ലാമിൽ മുഹമ്മദിനെ വിശ്വസിക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. അല്ല, യേശുക്രിസ്തു എന്നൊരു സംഭവം അല്ലല്ലോ, നമുക്ക് യഹോവല്ലേ. അല്ല, ഇപ്പൊ എന്നാ നിങ്ങൾക്ക് മുഹമ്മദിനെ പരിചയപ്പെടുത്താണ് ഡയറക്റ്റ് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ. അപ്പൊ ഇതിന്
ഇതിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്, മറ്റേ കുറ്റപ്പെടുത്താൻ സ്കോപ്പ് അല്ല. ഇതിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് അല്ല, ഒരു മിനിറ്റ്, ഇതിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട്, യേശുവിനെ കുറ്റപ്പെടുത്താൻ കാര്യങ്ങളില്ല. അതുകൊണ്ട് അതാണ് മടക്കി വെച്ച്. യേശുവിനെ കുറ്റപ്പെടുത്താൻ എന്തിനാ കാരണം? എന്നാ നിങ്ങൾക്ക് മനസ്സെന്താ പറഞ്ഞോളെ. എന്നാ പിന്നെ ഒരു മിനിറ്റ്, എന്നാ നിങ്ങൾ മുഹമ്മദിന്റെ കാര്യം മുണ്ടാൻ പറ്റില്ല, അള്ളാന്റെ കാര്യം മുണ്ടിയാൽ മതി. എന്നാ നിങ്ങൾ ക്ലാസ്സിൽ മുഹമ്മദിന്റെ കാര്യം മുണ്ടാൻ പറ്റൂല. അല്ല 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 സാറേ, ഈ നിങ്ങൾ ഈ മുഹമ്മദിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാര്യം പറയണോ? എന്തിന് പറയണോ? എന്നാ നിങ്ങൾ മുഹമ്മദിന്റെ കാര്യം പറയാൻ പറ്റൂല, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹിന്റെ കാര്യം മാത്രം പറയണോ? കേട്ടോളൂ, നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. മുഹമ്മദ് ദൈവത്തിന്റെ അവിടുന്ന് ദിവ്യ എന്താ പറയാ വെളിപാടുകൾ ലഭിച്ച ഒരു സാധാരണ മനുഷ്യനാണ്. യേശു ക്രിസ്തു സാധാരണ മനുഷ്യനാണോ? അല്ല അല്ല. പിന്നെ എങ്ങനെയാണ് യേശുവിനും മുഹമ്മദിനും ഇത് ചെയ്യാ? ഈ ചരിത്രത്തിൽ ജീവിച്ച ഒരു 33 കൊല്ലം ജീവിച്ചിട്ടൊന്നുമില്ലെങ്കിൽ 33 കൊല്ലം ജീവിച്ച മുഹമ്മദിനെ ആ സമയത്ത് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ 40 വയസ്സിനുള്ള മുഹമ്മദിനെ നമ്മൾ പരിഗണിക്കാറന്നല്ല. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിനെ നമ്മൾ പരിഗണിക്കാറന്നല്ല. ഇല്ല ഇല്ല, കഥീന്റെ അതിനപ്പുറത്തെ ശേഷം. അതെ, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഈ മുഹമ്മദിനെ കുറ്റപ്പെടുത്താൻ ജീവിച്ചിട്ടില്ല. ഹേ, ആര് പറഞ്ഞു? പരിഗണിക്കാനും മാത്രം യേശു ജീവിച്ചിട്ടില്ല. ഒന്ന് ജീവിച്ചിട്ട് കുരിശി കയറ്റി. അപ്പൊ 34 ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ലേ? 40 കൊല്ലം മുഹമ്മദ് ജീവിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ യേശുക്രിസ്തു ജീവിച്ചിട്ടില്ല പറഞ്ഞു. അപ്പൊ ബെത്ലഹേം കാലിക്കത്ത് ജീവിച്ചു, പിന്നെ അങ്ങനെ 30 കാൽവരിയിൽ മരിച്ചു. അത് 33 കൊല്ലം പിന്നെ ലോകത്ത് ജീവിച്ചിട്ടില്ലേ? ദൈവം മരിക്കേ? ദൈവം മരിക്കേ? യേശുക്രിസ്തുവിന്റെ പിന്നെ ഈ ബൈബിൾ ദൈവമാണോ? അല്ല, നിങ്ങൾ മരിക്കോ? നിങ്ങളുടെ ബൈബിൾ ദൈവമാണോ? നിങ്ങൾക്ക് ബൈബിൾ വായിച്ചത് നിങ്ങൾക്ക് യേശുക്രിസ്തു ദൈവമാണോ? അല്ലേ, നിങ്ങൾ ബൈബിൾ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾ പറഞ്ഞ ബൈബിൾ മൊത്തം വായിച്ചിരുന്നു. അല്ല, വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയത്? വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയത് യേശുക്രിസ്തു ദൈവം അല്ല, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയത്? അതിനെ കുറിച്ച് അല്ല, നിങ്ങൾക്ക് വായിച്ചിട്ട് നീട്ടിക്കൊണ്ട് പോന്നല്ല. ഒരു മിനിറ്റ്, അങ്ങനല്ല. അയ്യോ, നീട്ടിക്കൊണ്ട് പോകാനാണ് ഈ ഉത്തരം മുട്ടുമ്പോ ഷോർട്ടാക്കാൻ പറ്റില്ല. കാര്യം പോലും നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ല. ആര് പറഞ്ഞ എത്ര കാര്യം ചോദിച്ചു? നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾ അങ്ങനെ ഈ മദ്രസ പൊട്ടന്മാരോട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യില്ല. ഞാനിപ്പോ കഥയിലെ കാര്യങ്ങളെ ചോദിച്ചത്. ഞാനിപ്പോ പറഞ്ഞു നിങ്ങള് ഞാനിപ്പോ ചോദിച്ചെന്നറിയാം, നിങ്ങൾ എന്നാ ഈ എന്നാ മുഹമ്മദിനെ പറയാതെ ഈ അള്ളാനെ മാത്രം ഉൾക്കൊണ്ട് പറഞ്ഞാൽ പോരാ? നോക്കണം, നിങ്ങൾ ആൾക്കാർ കേൾക്കുന്നില്ലേ? അത് എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളല്ലേ? അത് ഞാൻ നോക്കിക്കോളാം. ഇത് നിങ്ങളും കുറച്ച് ആൾക്കാർ മാത്രം കേൾക്കുന്നതല്ല, സോഷ്യൽ മീഡിയ എല്ലാവരും കേൾക്കുന്നല്ലേ? എല്ലാരും കേട്ടോട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെക്കണം. അതും നല്ല ഒരു മറുപടി. അപ്പൊ അറിയാം, നിങ്ങൾ വിശ്വസിക്കേണ്ട സാറേ. നിങ്ങൾ ഇപ്പില്ല ഇപ്പോഴ് യേശു ക്രിസ്തു ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കണ്ട. യേശു ക്രിസ്തു ഒന്നും നിങ്ങൾ യേശു ക്രിസ്തു ഒരു നല്ല വചനങ്ങളൊന്നും നിങ്ങൾക്ക് വചനങ്ങൾ അംഗീകരിച്ചൂടാ? എങ്ങനെ യേശു ക്രിസ്തു ദൈവമാണെന്നോ പിന്നെ അത്ഭുതം ചെയ്യുന്ന ആളോ അത് നമ്മൾ വിശ്വസിച്ചോളാം. യേശു ക്രിസ്തുവിന്റെ ബൈബിളിലെ നല്ല വാക്യങ്ങൾക്ക് അംഗീകരിച്ചൂടാ? യേശു ക്രിസ്തുവിന്റെ ബൈബിളോ? അതേതാ ബൈബിള്? യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്ററി ബൈബിളിലില്ല, പുതിയ യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്ററിയാണ് ബൈബിൾ. അങ്ങനെ ഇപ്പൊ മുഹമ്മദിനെ പിന്നെ എന്തോ ഹിസ്റ്ററി ഉണ്ട്, അതൊക്കെ നിങ്ങൾ മുഹമ്മദിനെ എന്തെങ്കിലും കുറ്റപ്പെടുന്നത് അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തി കൂടാത്ത? യേശു ക്രിസ്തുവിനെ അതിന് കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും 40 വയസ്സ് വരെയുള്ള മുഹമ്മദിനെ നമ്മൾ കുറ്റപ്പെടുത്താറില്ല. അതിന്റെ മുമ്പ് ആരോടും കുറ്റപ്പെടുത്താൻ നിങ്ങളെ പിന്നെ ഏതോട്ട് സെഡ് വരെ മുഹമ്മദ് നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്? എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടാ? എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ട്? നിങ്ങൾ യേശു ആണോ പ്രശ്നം, യഹോവയാണോ പ്രശ്നം? ഈ പ്രശ്നമൊന്നല്ല. നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വിശ്വാസം അറിയാം. ദൈവം യഹോവയാണോ ദൈവം? രണ്ട് ദൈവം തന്നെ. രണ്ടു ദൈവമാണ്. യഹോവനെ പറഞ്ഞാ പോരെ? നിങ്ങൾക്ക് അള്ളാനെ പറഞ്ഞാ പോരെ? മുഹമ്മദിനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അള്ളാനെ പറഞ്ഞത്. ഈ മുഹമ്മദല്ലേ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? മുഹമ്മദല്ലേ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? അത് നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദിനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹ് ഈ യഹോവനെ മാത്രം പറയും പോലെ നിങ്ങൾക്ക് അള്ളാഹനെ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പിന്നെ യഹോവനെ പറഞ്ഞുകൂടാത്ത? നിങ്ങൾ എന്തിനാ എന്റെ മുഹമ്മദിനെ ഉൾക്കൊള്ളുന്നത്? നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വാക്ക് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണോ? എങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഓരോരോ ക്ലാസ്സുകൾ സെലക്റ്റീവ് ആയിട്ടാണോ? നിങ്ങളിപ്പോ എന്നെ വിളിക്കാനുള്ള കാരണം പറയോ? ഇതന്നെ കാരണം എന്താണ്? നിങ്ങൾ ആരും കാണുന്ന പരിഹാരം ഒന്നല്ല.
എന്താ കാരണം? നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കാനൊരു കാരണം ഉണ്ടാവല്ലോ, എന്തോന്ന് കാരണം ഇപ്പൊ നിങ്ങൾക്ക് മുഹമ്മദിന്റെ സമൂഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കും പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തോളാത്തത്? യേശു ക്രിസ്തുവിനെ സെപ്പറേറ്റ് പരിചയപ്പെടുത്തുന്ന കാര്യമല്ല ഞാൻ. അപ്പൊ മുഹമ്മദിനെ സെപ്പറേറ്റ് പരിചയപ്പെടുന്ന കാര്യമുണ്ടോ? അത് നിങ്ങൾക്ക് അതാണ് പറഞ്ഞ പോരെ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എന്തിനാ എങ്ങനെ ഇത് അപ്പൊ നമ്മൾ കേൾക്കുന്നില്ല? അല്ല, ഇത് നിങ്ങൾ നോക്കിക്കോളാം അറിയുമ്പോ ഇത് നമ്മളെല്ലാരും കേൾക്കുന്ന കാര്യങ്ങളല്ലേ? കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ഈ ഉത്തരം കിട്ടാതെ മോശമാണ്. യേശു ഭയങ്കര മഹാനാണ്, ഇത്രയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ. അത് നിങ്ങളല്ല ലോക സമൂഹം എല്ലാരും അങ്ങേ അവസാനം അതിലേക്ക് എത്തും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവസാനം അതിലേക്ക് എത്തും. ഈ യേശു ക്രിസ്തുവിന്റെ ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞത് യഹോവയാണ്. അതെ അല്ലെ? ഇനി കേട്ടോളി. ഈ യഹോവ എന്ന് പറയുന്നത് അള്ളാഹുവിനേക്കാളും പരയാണ്. അത് നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കണമെന്നുണ്ടാ? ഞാൻ പറഞ്ഞതല്ല, ബൈബിളിലുള്ളതാണ്. ആര് പറഞ്ഞു? അപ്പൊ നിങ്ങൾ ബൈബിളില് പുതിയ ദൈവമാണ് യഹോവ. നിങ്ങൾ ബൈബിളില് പുതിയ നിയമത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്നും എടുക്കുന്നില്ല. എന്തിനീ പുതിയ നിയമം? നിങ്ങൾക്ക് ആകൂല സുഹൃത്തെ. നിങ്ങൾക്ക് പിന്നെ യേശു ക്രിസ്തു പിന്നെ നിങ്ങൾ പറഞ്ഞ യേശു ക്രിസ്തു ജീവിച്ച്, നിങ്ങൾ പറഞ്ഞില്ലേ യേശു ക്രിസ്തു ജീവിച്ചില്ല? ഇല്ല. അപ്പൊ മുഹമ്മദ് ജീവിച്ചാ? അപ്പൊ ഈ ബൈബിളിലെ പുതിയ നിയമം ആരതാന്ന്? ബൈബിളിൽ കാണുന്ന പുതിയ നിയമം പിന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രാത്രിയാണ് നിങ്ങൾക്ക് പറയാം. നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. പ്രശ്നം ഇത് പ്രശ്നമൊന്നുമില്ല സാറേ. എങ്ങനെ പ്രശ്നം ഉണ്ടായാലും ഇത് പ്രശ്നമാണ്. പ്രശ്നമല്ല. നിങ്ങൾ എങ്ങനെയാണെങ്കിൽ താരതമ്യം ചെയ്തിട്ട് നിങ്ങളില്ല ഇത് ഒരിക്കലും നിങ്ങൾ എന്റെ ഫോൺ വിളി നിങ്ങൾ എന്റെ ഫോൺ വിളി മൊബൈലിൽ ഇടൂല. അല്ല യൂട്യൂബിൽ ഇടൂല. എനിക്കറിയാം. തോൽപ്പിച്ച് കളഞ്ഞോണ്ട് ഞാൻ ചിലപ്പോ ഇടൂല. തോൽവനല്ല നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം. പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഉത്തരം ഉണ്ടാവില്ല സുഹൃത്തെ. ഉണ്ടാവില്ല. അങ്ങനെയാണ് നിങ്ങൾ ദൈവം വിശ്വസിക്കണ്ട. അല്ലെ, യേശു ക്രിസ്തു നിങ്ങൾ ദൈവം വിശ്വസിക്കുന്ന പോകണ്ട, ഒന്നും വിശ്വസിക്കണ്ട. യേശു ക്രിസ്തു 33 കാലം ജീവിച്ചിനോ കുറ്റവരാൽ ഒറ്റുകൊടുക്കപ്പെട്ട് കുരിശിലേറ്റപ്പെട്ട ഒരു സാധു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ സുഹൃത്തെ? അത് മുമ്പ് ജീവിതം കുരിശിലേറിയ ആള് അത് ലാസ്റ്റ് ടൈം അല്ലേ? ലാസ്റ്റ് ടൈം 30 വയസ്സ് ചെറുപ്പല്ലേ? അല്ല, അതിനു മുമ്പ് പിന്നെ യേശുക്രിസ്തുവിന്റെ ജീവിതവും അത്ഭുതവും ഒന്നും കുറ്റം പറയല്ല നമുക്ക്. 30-35 വയസ്സിൽ നിങ്ങൾ ചെലഞ്ഞെടുത്തിട്ട് ഈ ഓരോരിങ്ങനെ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ മാത്രം എടുത്ത് പറയാൻ വെച്ചല്ലേ, അതൊരു പ്രത്യേക ഒരു സംഗതി ഒന്നല്ല. അത് ആർക്കും പറ്റും. അങ്ങനെ നിങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂലേ? നമുക്ക് സൃഷ്ടിച്ച് എന്ത് വേർഡുണ്ടാക്കാൻ പറ്റും? ബഹളമൊന്നുമല്ല. ഉത്തരം മുട്ടുമ്പോ ഉത്തരം മുട്ടുമ്പോ ബഹളമൊന്നും മറ്റു കാര്യമില്ല സുഹൃത്തെ. അതല്ല ഒരു ഒരു പക്വതയില്ലാത്ത ഒരു സംഗതിയാണ്. ഞാൻ ഉത്തരം മുട്ടി. അല്ല, ഇപ്പൊ തീർച്ചയായും മുട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെയാകില്ല. പിന്നെ മുഹമ്മദിനെ ഒരിക്കലും അയ്യോ നിങ്ങൾ മുഹമ്മദിന്റെ ബേസിൽ സംസാരിക്കാൻ പറ്റൂല. നിങ്ങളെ സംസാരം അള്ളാഹു പിന്നെ യഹോവ ഉണ്ടാകാൻ പറ്റുള്ളൂ. നിങ്ങൾ മുഹമ്മദിന് സംസാരിക്കാൻ പറ്റില്ല. അള്ളാഹു പിന്നെ യേശുക്രിസ്തു സംസാരിക്കാൻ പറ്റില്ല. യേശുക്രിസ്തു ഒരു വാക്കും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് അറിയാം. പിന്നെ 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 നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് കുറെ മാപ്പാപ്പന്റെ തെറ്റായ സംഗതികൾ. ഇത് യേശുക്രിസ്തു എന്നല്ലേ? യേശു രണ്ടാണോ പറഞ്ഞേക്ക്? ഈ ഞാൻ പറഞ്ഞ സുഹൃത്തെ, യേശു ക്രിസ്തു ഞാൻ പറഞ്ഞേൾക്ക് യേശുവും രണ്ടാണോ? ഞാൻ രണ്ടല്ല ഒന്നാ നിങ്ങൾ പറഞ്ഞില്ലേ? എത്ര വർഷം പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ. ആര് പറഞ്ഞു? നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ ഞാൻ വെവ്വേറെ അല്ല പറഞ്ഞു. പിന്നെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചാണ് രണ്ടാണ്. ഹേ, അത് രണ്ടായിട്ട് പറയും. അപ്പൊ ഒന്നല്ലേ? പിന്നെ എന്തിനാ രണ്ടായിട്ട് പറയണേ? ഈ മുഹമ്മദ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അള്ളാഹു അല്ലേ? ഈ മുഹമ്മദ് സമൂഹത്തെ പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹു. നിങ്ങൾ ഉത്തരവിട്ടപ്പോ നിങ്ങൾക്ക് എല്ലാവരും ബാക്കിയാർക്കൊന്നും അറിയുന്ന ഒരു ധാരണയില്ലേ? അല്ല, നിങ്ങൾക്ക് എല്ലാവരും ബാക്കിയാർക്കൊന്നും അറിയുന്ന പ്രശ്നമില്ലേ? അതൊന്നും നമ്മളെ ഈ ബൈബിൾ പണ്ട് നടക്കൂല. ടെൻഷൻ നിങ്ങളോട് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നല്ല, അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങൾ തന്നെ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നല്ല. റിലാക്സ്. നിങ്ങളിങ്ങനെ ഈ വേണ്ടാത്ത എങ്ങനെ വന്നപ്പോ പിന്നെ നിങ്ങൾ ബേസിക്കായിട്ട് കാര്യം പറയുന്നില്ല. ഞാൻ പറയാം. നിങ്ങൾ ബേസിക്കായിട്ട് കാര്യം ഇല്ല പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കുഷ്ടാട് ചോദ്യം ചോദിച്ചിട്ടില്ലേ? കുഷ്ടാട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം? നമുക്ക് സൃഷ്ടി നമുക്ക് എന്ത് എഴുത്തുണ്ടാക്കാം. പറയട്ടെ സുഹൃത്തെ,
ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയട്ടെ. മുഹമ്മദും അള്ളാഹും രണ്ടാണ്, ഒന്നല്ല. ഈ മുഹമ്മദ് അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നു. പിന്നെ ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗം തന്നെയല്ലേ? അല്ല, അല്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, മറ്റവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കാണ്ട് നിങ്ങൾ ബഹളം ഞാൻ പറഞ്ഞിട്ടേ. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിന്റെ വിശ്വാസം പറഞ്ഞു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞു. അന്ത്യപ്രവാചകൻ പറഞ്ഞില്ലേ? അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പീസ് എന്നർത്ഥം. ദൈവത്തിന്റെ വാക്കുകളെല്ലാം പിന്നെ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കല്. അപ്പൊ അത് ദൈവമായോ? ദൈവത്തിന്റെ ചെറിയൊരു അംശം തന്നെയാണ് പ്രവാചകൻ പറയുന്നത്. ഇസ്ലാമിൽ എന്താണോ മുഹമ്മദ് അതന്നെയാണോ ക്രിസ്ത്യാനിറ്റിയിലെ യേശു? അല്ല 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 അല്ലല്ലോ. പിന്നെ എന്താ കഥ? നിങ്ങൾ ഇത് കമ്പയർ ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താ? കമ്പയർ അല്ല. എങ്ങനെ കമ്പയർ? നിങ്ങൾ എന്തുകൊണ്ട് പുതിയ തീരുമാനിച്ചോളെ. നിങ്ങൾ എന്തുകൊണ്ട് പുതിയ വാക്ക് എടുക്കാത്ത? പറയേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നെ കുറെ ആൾക്കാർ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ എല്ലാ അവസാന വാക്കൊന്നല്ല. നിങ്ങൾക്ക് കുറെ യുക്തിവാദികളെ, നിങ്ങൾക്ക് കുറെ നിരീശ്വരവാദികളെ സമൂഹത്തിൽ സൃഷ്ടിക്കണം. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ നിങ്ങൾക്ക് ഒരു സാധാരണ വിശ്വാസിയെ പോലെ ബൈബിളിനെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ യഹോവനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വന്ന് കുരു എന്ന് പറയുന്നത് ഈ കുരു എന്ന് പറഞ്ഞ സംഗതി ഒന്നും ഇല്ല കേട്ടോ. കുരു വേറെന്താ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളതായ കുരുവില്ലേ? അസഹിഷ്ണുത. നിങ്ങൾക്ക് നിങ്ങളതായ കുരുവില്ലേ? അസഹിഷ്ണുത. അസ്വസ്ഥന്നാണ്ട് നിങ്ങൾ നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നല്ല. ചോദിക്കുന്ന ആളോട് ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പൊ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈബിളിൽ ഒറ്റ വേർഡുങ്ങ, നിങ്ങൾക്ക് അത്യാവശ്യം വേർഡല്ലാണ്ട് നിങ്ങൾ ബൈബിളിൽ ഒറ്റ വേർഡുങ്ങ പറയുന്നുണ്ടാ? നിങ്ങൾ അറിയാറിയെന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു വേർഡ് പറയുന്നുണ്ടോ? എന്നാ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ അതിൽ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്ന കാര്യം മാത്രം ചോദിച്ചിട്ട് അതിൽ നല്ല പിന്നെ പിടുത്തം കിട്ടുന്ന കാര്യം ചോദിക്കാത്ത ഇതേ നിങ്ങൾ മെയിൻ സ്വഭാവങ്ങൾ. പിന്നെ വേറെ ചോദിക്കണ്ടല്ലോ, നിങ്ങൾ അതാ നിങ്ങളെ ഇതിൽ കുറച്ച് ആൾക്കാരെ വികൂ. നിങ്ങൾക്കില്ല ക്രിസ്ത്യാനിറ്റി തോപ്പിയൊക്കെ നിങ്ങൾക്കല്ല ഒരു സമൂഹത്തിന് ആവുന്നറിയാം. എന്റെ സാർ കേൾക്ക്, സാർ കേൾക്ക്. അല്ലല്ല, അത് വിശ്വാസമല്ല. ആ വിശ്വാസം കുറെ വ്യത്യാസങ്ങളിലുണ്ട്. സമീല എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ നിങ്ങൾ പണിക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ സംസാരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മറുപടി വന്നിട്ടേക്ക് ചിലപ്പോൾ കുറച്ച് നീണ്ടുപോയിരിക്കും. അങ്ങനെ ഉണ്ടാവും. സമയം ചോദിച്ചത് നിങ്ങൾ മനസ്സമാധാനായിട്ട് ഈ വീഡിയോ മനസ്സമാധാനം കുറവൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്ന പരിഹാരമൊന്നുമില്ല. മനസ്സമാധാനം എനിക്ക് കുറവില്ല. മണിയുടെ ഉള്ളിൽ ഈ സാധനം അപ്ലോഡ് ചെയ്യും. അത് എനിക്കറിയില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? അല്ല, ഞാൻ പറയാം, സംസാരിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ഒറ്റക്ക് അവിടെ കിടന്ന് ബഹളം വെക്കാനാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത്തെ ഒരു ഒന്നും എവിടെയും കൊള്ളാത്ത വാക്ക് നിങ്ങൾ പറയാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ 500 വേർഡുണ്ടെങ്കിൽ പിന്നെ 500ാമത്തെ മൈനസ് മാത്രം സംസാരിച്ചു. 42 ഒന്നല്ല, ചിലപ്പോ കുറെ സുഹൃത്തെ 42 മിനിറ്റ് നമ്മൾ സംസാരിച്ചതിന്റെ ആകത്തുക എന്താണെന്നും ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കൂ. നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ നിങ്ങൾ ഇത് മെസ്സേജ് അയച്ചിട്ട് വരുത്തിയിട്ട് കമന്റ് ചെയ്യിപ്പിക്കോ. എന്നിട്ട് നമുക്ക് നോക്കാം ഇത് കേൾക്കുന്നവർക്ക് ഇത് എങ്ങനെയാ മനസ്സിലാവുന്നതെന്ന്. നമുക്ക് ഭൂരിപക്ഷം ഒന്നും വേണ്ട. നമുക്ക് സത്യങ്ങൾ അറിയണ്ടു. നിങ്ങളെ കുറച്ച് പൊട്ടന്മാരുണ്ടാവും. അല്ല ഭൂരിപക്ഷം നമുക്ക് വേണമെന്നില്ല. പിന്നെ എന്താ വേണ്ടത്? അല്ല ഭൂരിപക്ഷം നല്ല പ്രധാനം. അപ്പൊ പിന്നെ ഭൂരിപക്ഷം ഭൂരിപക്ഷം പറഞ്ഞാൽ എല്ലാം വിജയിച്ചാ പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം എന്താ? അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒറ്റ പോയിന്റ് നിങ്ങളോട് ചോദിക്കാം. ഈ പോയിന്റ് മാത്രം പോയിന്റ് നിങ്ങളെ കുത്തകയൊന്നല്ല, പോയിന്റ് നമ്മളെ കുത്തകയാന്ന്. പോയിന്റ് നമ്മളെ ചോദിക്കട്ടില്ലേ? ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ? അല്ല ഞാൻ ചോദിക്കട്ടെ. അക്രിസ്ത്യാനികളെ യേശു പട്ടിന്ന് വിളിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനികളെ യേശു പട്ടിന്ന് വിളിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. വിളിച്ചിട്ടുണ്ടോ? ഇല്ലേ, പട്ടിന്ന് വിളിച്ചിട്ടൊന്നുമില്ല. ആ വചനം പറഞ്ഞ പട്ടി ഡയറക്റ്റായി വിളിച്ചിട്ടൊന്നുമില്ല. നായ്ക്കൾ കൊടുക്കുന്ന ഇട്ടത് ഭക്ഷണം പിന്നെ ആ ഒരു പട്ടികൾക്ക് സമമായിട്ട് യേശുവിനെ അംഗീകരിക്കാത്തവരെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല ഇല്ല, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം. ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഡയറക്റ്റ് പിന്നെ അത് നമ്മൾ നോക്കണ്ടേ? ഡയറക്റ്റും ഇൻഡയറക്റ്റും പട്ടിന്ന് വിളിച്ചാലും പട്ടിന്ന് വിളിക്കൽ തന്നെയാണ്. എന്റെ സുഹൃത്തെ, നിങ്ങൾ യേശുവിന്റെ നന്മ പറയാന് അവസാന നിമിഷം ഒരു മുണ്ടച്ചക്ക കൊത്തി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തിന്നുണ്ടാമോ? തൽക്കാലം അത് കയ്യിൽ വെച്ചോ.
ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ നിങ്ങൾക്ക് ഉത്തരം വിട്ട് നിങ്ങൾ പെട്ടെന്ന് പോകാൻ സംസാരിക്കുന്നില്ല. ഒരു മുണ്ടച്ചക്ക കൊത്തിക്കഴിഞ്ഞാല് അതിന്റെ മുകളിൽ വാങ്ങി നമ്മൾ തിന്നുണ്ടാ? എങ്ങനെ ഒരു മുണ്ടച്ചക്ക നമ്മൾ ഒരു പൈനാപ്പിൾ മുറിച്ചു കഴിഞ്ഞാല് അതിന്റെ ഇല ഇതെല്ലാം നമ്മൾ തിന്നുണ്ടാ? അത് മൊത്തം കേൾക്കണ്ടായിനാ? നിങ്ങളത് വായിച്ചിട്ടില്ലല്ലോ. ആരും പറഞ്ഞു വായിച്ചില്ലാന്ന്. നിങ്ങള് ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റി പറഞ്ഞ ഒരു മതമല്ല, അതൊരു മാർഗാണ്. ക്രിസ്തു ഈ മതം എന്ന് പറഞ്ഞ സംഗതി യേശു ക്രിസ്തു ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല യേശു ക്രിസ്തു ഒരു മാർഗമല്ല, ഒരു മതാണ്. അല്ല സോറി, മതമല്ല, ഒരു മാർഗാണ്. നിങ്ങൾ മത്തായി 15:26 വായിച്ചേ? വായിക്കോ, അതിന്റെ നിങ്ങൾ പറ നിങ്ങൾ പറ, വായിക്ക് സുഹൃത്തെ. നിങ്ങൾ പറ. യേശുവിന്റെ നന്മ പറയാൻ വന്നാലേ നിങ്ങൾക്കൊന്നും പറയാല്ലേ? യേശുവിന്റെ നിങ്ങൾ ഈ വാക്യം നിങ്ങൾ അതിന്റെ ചെറിയ പീസ് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാന്ന്. എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ആ മത്തായിയുടെ 15-ന്റെ ഒരു കഷ്ണം വേർഡ് പറഞ്ഞ ഞാൻ വാക്യം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം. നിങ്ങളാ മത്തായിന്റെ വാക്കിന്റെ ഫസ്റ്റ് വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിലൂടെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഉദ്ദേശിച്ച പറ. നിങ്ങൾ കർത്താവ് ഉദ്ദേശിച്ചത് അല്ല കർത്താവ് ഉദ്ദേശിച്ച നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിക്കാണ്ട് നിങ്ങൾ പറഞ്ഞേക്കല്. അപ്പൊ ഈ വേറെ പാടൊന്നും ബൈബിളില്ല സുഹൃത്തെ. അല്ല ഈ വേറെ പാടൊന്നും ബൈബിളില്ല. ഞാൻ ഈ വേർഡ് മാത്രം അല്ല നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത കാര്യം മാത്രം പറയാൻ അല്ല ഈ നമുക്ക് ലളിതമായി അല്ല നമ്മൾക്ക് ലളിതമായി ചിന്തിക്കാൻ പറ്റുന്ന അല്ല നമ്മൾക്ക് നിങ്ങൾക്ക് ഇൻസൾട്ട് ആയിക്കാം, അത് വേറെ കാര്യം. നമുക്ക് എന്നപ്പോ ലളിതമായി ചിന്തിക്കാൻ പറ്റിയ വേർഡൊന്നും ബൈബിളില്ല. നിങ്ങൾ എന്താ പറയാത്ത? നിങ്ങൾക്ക് ആവൂല. നമ്മൾക്ക് ഇതിന്റെ ഉത്തരം ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ലളിതമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സംഗതികൾ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഇൻസൾട്ട് ആക്കുന്നെങ്കിലേ അത് തെറ്റാ, അതൊരു പക്വതയുള്ള സ്വഭാവമല്ല. നിങ്ങൾക്ക് ഇപ്പൊ സംബന്ധിച്ച കുറെ എന്നപ്പോ നിരീശ്വരവാദികളെ ലോകത്ത് സൃഷ്ടിക്കണം. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഗുണം? നിങ്ങൾ യേശു പറഞ്ഞ ഈ വാചനത്തിന്റെ ഉദ്ദേശം ഒന്ന് പറഞ്ഞുതരോ? യേശു എത്ര വചനം പറഞ്ഞിട്ടുണ്ട്? ഈ ഒറ്റ യേശു പറഞ്ഞിട്ടോ? യേശു എത്ര വചനം പറഞ്ഞിട്ടുണ്ട്? ബൈബിള് നിറയെ വചനങ്ങളാണല്ലേ. യേശുവിന് മുഹമ്മദിനെ ഒന്ന് താരതമ്യം ചെയ്യാം. അല്ല യേശു എത്ര വചനം പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഈ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഈ വചനം പറയും സുഹൃത്തെ, ഈ വചനം പറയും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഈ ക്രൈസ്തവനെ ഉൾക്കൊള്ളുന്ന ഈ വചനം പറയൂ. ബേഡമാരാണോ? ഈ വചനം പറയൂ. ഏത് ഈ അതിന്റെ ശരിക്കും നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ പറ. യേശുവിന്റെ ആള് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ അതിന്റെ ആളല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാത്തന്റെ ഇതില്ലേ നിങ്ങളുടെ കാര്യം പറയുമ്പോ? ഇല്ല, എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പണിയെന്നാ നിങ്ങൾ തെളിവ് തന്നു, അത്രേ ഉള്ളൂ. ഈ ഉത്തരം മുട്ടുന്ന ആളുടെ ഇങ്ങനെ എന്നാ ഷൈൻ ചെയ്യല. നിങ്ങൾ യേശുവിന്റെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കാത്തവരെ നല്ല സ്റ്റാറാണ്ട് ഒരു സ്റ്റാർ അംഗീകരിച്ചുകൊണ്ട് സ്റ്റാർ ആകണം. അതാണ് ദൈവത്തെ ദൈവമായി അംഗീകരിക്കാത്തവരെ യേശു പട്ടി എന്ന് ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് ഉണ്ട് അങ്ങനെ യേശുവിന് ഏത് അതൊന്നും നിങ്ങൾ എങ്ങനെ ഇൻസൾട്ട് ആക്കില്ല? ഇൻസൾട്ട് ആവുന്നില്ല. നിങ്ങൾ കുറെ ആളെ പൊട്ടന്മാരെ വിളിക്കും. മദ്രസ പൊട്ടൻ, മറ്റേ പൊട്ടൻ, മറിച്ച് പൊട്ടൻ വിളിക്കും. ആര്? ഞാനോ? നിങ്ങള് അതൊന്നും അങ്ങനല്ല. നമ്മൾ ഒരാളില്ലേ ചിലപ്പോ കുറച്ച് കാര്യങ്ങള് കുറച്ച് അറിയാത്തോണ്ടായിരുന്നു നിങ്ങളുടെ വരുന്നത്. അപ്പൊ നിങ്ങൾ അവർക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇൻസൾട്ടിങ് പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് പിന്നെ കുരുപൊട്ടലോ അതിന്റെ ഒരു അവസാനായി ഈ കുരുപൊട്ടലിൽ അതിനെ ഞാനൊരു വാക്ക് പറഞ്ഞത് നിങ്ങളുടെ സമാധാനത്തിന്റെ പിന്നെ ഇതൊന്നുമല്ല. വളരെ മോശം നിങ്ങൾക്ക് തോന്നിയാൽ മതിയാ? നമുക്ക് തോന്നില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കാം. എന്റെ ഫോണിൽ നിങ്ങൾക്ക് മാത്രം വളരെ മോശം തോന്നിയാൽ മതിയാ? ബാക്കിയുള്ള ആരും നന്നല്ലേ? ബാക്കിയുള്ള മോശം. കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ കീഴിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. നിങ്ങളിങ്ങനെ വേണ്ടാത്ത അറിവ് പകർന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. കേട്ടോ നിങ്ങൾ ഇത് ഇസ്ലാം കുറച്ച് ഭൂരിപക്ഷം വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ടും ഭീകരമായിട്ടുള്ളതാണല്ലോ. അത് നിങ്ങൾക്ക് തോന്നിയാണ്. മോശം അവസ്ഥയിലാണ് നിൽക്കുന്നപ്പോ
ഒരിക്കലും ഇസ്ലാമിക് ജിഹാദിനേക്കാളും മോശം ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിറ്റി ഒരിക്കലും അങ്ങനെ ആവൂല. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ബഹളം വെക്കേണ്ട കാര്യം എന്ന് ബഹളോ നിങ്ങൾ പിന്നെ എന്ത് പറയും? കുരുപൊട്ടുന്ന മറ്റേ മാങ്ങ പൊട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം ഇതിനെന്താ പറയാ? നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ക്രിസ്ത്യാനിക്ക് യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാ പ്രശ്നം. നിങ്ങളെല്ലാം ഫുള്ള് അടിച്ച് തോറയും ബൈബിള് പിന്നെ പുതിയ പഠിച്ച് കലക്കെന്ന് പറഞ്ഞാല് നിങ്ങൾ അതിൽ എത്ര സംഗതികൾ നല്ല ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനത്തെ ഈ മൈനസായ മാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചിലപ്പോൾ മൈനസായിരിക്കൂല. അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതി ആയിരിക്കും. ഉൾക്കൊള്ളത്തില്ല, നമുക്ക് മനസ്സിലാൻ പറ്റാത്ത വേർഡ്സ് ആയിരിക്കും. ജിഹാദി കുട്ടികൾ ഖുർആനെ കുറിച്ചും പറയാം. അപ്പൊ നിങ്ങൾ വരുന്നതാണ് അല്ല ഞാൻ നിങ്ങളുടെ സമൂഹത്തിന് നന്മയാ? നിങ്ങളുടെ സമൂഹത്തിന് നന്മയാ? അല്ല അല്ല ഞാൻ നിങ്ങൾ ഈ സംഗതി ഒരു സമൂഹത്തിന് നന്മയാണോ തിന്മയാണോ? അല്ല ഒരു മിനിറ്റ് അല്ല സമയം അനുവദിക്കാം. ബഹളം മാത്രം. ബഹളത്തിൽ നിന്ന് ഞാൻ ഓരോ പോയിന്റിലേക്ക് പോകാൻ നോക്കാം. നിങ്ങളെ സംഗതി സമൂഹത്തിന് നല്ലതാണോ മോശമാണോ? അല്ല എന്റെ ചോദ്യം മറുപടി തരാം. നിങ്ങളെ സംഗതി സമൂഹം നല്ല മോശം? പറഞ്ഞുതരാം കേട്ടോ. നല്ലതാണ്, പറഞ്ഞുതരാം കേട്ടോ. അതായത് യേശുവും മുഹമ്മദും തമ്മിലൊരു താരതമ്യം ആദ്യം നടത്താം. അപ്പൊ നിങ്ങൾക്ക് ചെറിയ സമാധാനം ഇടയിൽ കയറരുത് കേട്ടോ. യേശുവിന്റെ 30-31 വയസ്സ് വരെയുള്ള ജീവിതവും മുഹമ്മദിന്റെ 33 വരെയുള്ള ജീവിതവും 33 തന്നെയാണ്. എന്റെ ചേട്ടാ ഇത് പറയട്ടെ. അങ്ങനെ അല്ല പറയുമ്പോൾ പറയട്ടെ. ഓക്കെ. യേശുവിന്റെ 33 മുഹമ്മദിന്റെ 62-63 നോക്കുമ്പോ 40 വയസ്സ് വരെയുള്ള മുഹമ്മദിന്റെ ജീവിതവും 33 വയസ്സ് വരെയുള്ള യേശുവിന്റെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്താൽ മുഹമ്മദിന്റെ 40 വയസ്സാണ് ബെറ്റർ. ഓക്കെ. ഇനി എങ്ങനെ ബെറ്റർ പറഞ്ഞുതരാം. ഇനി ഒരു ആയുസ് മുഴുവൻ പരിഗണിച്ചാൽ യേശു 33 കുരിശിലേറി ആൾക്കാർ കുരിശി കയറ്റി. മുഹമ്മദ് 63 ആരോ വിഷം കൊടുത്തതിന്റെ കീഴിൽ മരിച്ചുപോയി. ഈ കാലയളവിനകത്ത് ജീവിച്ച രണ്ടുപേരുടെയും ജീവിതം നോക്കിയാൽ യേശുവിന്റെ ജീവിതമാണ് ബെറ്റർ. ബെറ്റർ. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയട്ടെ നിങ്ങൾ എന്തുകൊണ്ട് അതിലേക്ക് കടക്കത്ത്? പറയട്ടെ പറഞ്ഞോ. ഞാൻ പറയട്ടെ. അപ്പൊ ഇതാണ് ബെറ്റർ. ഇനി ഇവരെയൊക്കെ പറഞ്ഞയച്ച ഇവരൊക്കെ പ്രദാനം ചെയ്യുന്ന ദൈവവും മതവും പരിഗണിച്ചിട്ട് ഇവരുടെ ദൈവം ഒറിജിനൽ ദൈവം എന്ന രീതിയിൽ നമ്മള് യേശുവിന്റെ ദൈവമായ യേശുവിന്റെ കർത്താവായ യഹോവയെയും മുഹമ്മദിന്റെ കർത്താവായ അല്ലാഹുവിനെയും നമ്മുടെ കർത്താവ് നിങ്ങളെ കർത്താവ് യേശു ദൈവം തന്നെയാണ്. യേശു തന്നെ കർത്താവ്. അപ്പൊ ഞാൻ പറയട്ടെ. കേട്ടോ. യഹോവയായ ദൈവമായ യേശുവും അള്ളാഹു എന്ന ഇസ്ലാമിക ദൈവത്തെയും താരതമ്യം ചെയ്താൽ യഹോവ അള്ളാഹുവിനേക്കാളും തറയാണ്. അത് നിങ്ങൾ എല്ലാ സംഗതികളും നിങ്ങൾ അഭിപ്രായമല്ല. ഒരു മിനിറ്റ് ഒരു സമയമല്ല. ഈ ജബ്ബാർ മാഷ് ഒരു മിനിറ്റ് ഈ ജബ്ബാർ മാഷ് എന്നപ്പോ ഖുർആൻ ക്ലാസ് എടുക്കും പോലെ നിങ്ങളെ ക്ലാസ്സും ബൈബിൾ ക്ലാസ്സിൽ തുടങ്ങും. എന്നാലും നമുക്ക് പറയാൻ പറ്റും. തുടങ്ങണോ? അല്ല ഈ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കും പോലെ നിങ്ങളും ഇതില് ബൈബിൾ ക്ലാസ് തുടങ്ങും. അപ്പൊ നമുക്ക് തെറ്റും തെറ്റോടെ മനസ്സിലാവുമല്ലേ? നിങ്ങൾക്ക് അത് തുടങ്ങണം. പരിഗണിക്കാം. നിങ്ങൾക്ക് തുടങ്ങാം. അത് എന്റെ ഒരു ആഗ്രഹം. ആയിക്കോട്ടെ. നിങ്ങൾ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് ഏതോട്ട് സെഡ് വരെ പാടുന്നില്ലേ? അതുപോലെ നിങ്ങൾ ബൈബിളിൽ ക്ലാസ് നമുക്ക് പരിഗണിക്കാം കേട്ടോ. ഇപ്പഴേ പരിഗണിക്കോ? വെറുതെ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടോ നിങ്ങളിൽ? അത് എനിക്ക് അറിയാലേ. അല്ല ഇസ്ലാമിറ്റ് എല്ലാരും അങ്ങനെ നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് തോന്നിയാന്ന്. എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. എല്ലാരും അങ്ങനൊന്നുമല്ല. നിങ്ങൾ ഭയങ്കരമായ സംഗതി കേട്ടോ. അവരല്ലേ എന്റെ എത്ര നല്ല സ്നേഹം. പിന്നെ മറ്റുള്ളവരെക്കാട്ട് സഹായിക്കുന്ന ആദരിക്കുന്ന ബഹുമതി എത്ര ആൾക്കാർ എന്റെ കൂടെ ഉണ്ടറിയാം. ഇനി ഞങ്ങൾ നന്മയാണോന്നല്ലേ ചോദിച്ചാൽ? നിങ്ങളൊന്നും ആണിങ്ങനെ കളഞ്ഞാൽ മനുഷ്യന് പകുതി സമാധാനം ഉണ്ടാവും. എങ്ങനെ ഇപ്പൊ ഈ ഇത് ദൈവത്തല്ലേ ഈ മനുഷ്യണ്ടാക്കിയ അന്ധവിശ്വാസം തള്ളിക്കളഞ്ഞാലന്ന് സമാധാനം ഉണ്ടാവില്ല. ദൈവത്തിന്റെ പേരിൽ ആരുണ്ടാക്കുന്നു? ദൈവടി ഉണ്ടാക്കുന്നതാ. ദൈവത്തെ അടികൂടെന്ന് പറയുന്നത് ജൂതന്മാരെ കൊന്ന പിന്നെ ക്രിസ്ത്യാനിറ്റികൾക്ക് എന്തിന്റെ കാടായിരുന്നു? അത് അതായത് മനുഷ്യന്മാരിലൊന്ന് ക്രിസ്ത്യാനികളല്ലായിരുന്നു. എങ്ങനെ ഒരാൾ പേരിന്റെ നാമത്തിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരവാദിത്വം ഈ യേശു ക്രിസ്തുവിനുണ്ടാ? നിങ്ങളുടെ പക്കത്തില്ല സംസാരിക്കാം സാറേ. യേശു ക്രിസ്തു പോയിട്ട് അവരെ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? അത് ഒരു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവനെ പോയിട്ട് ഇങ്ങനെ കൊല്ലുന്നു?
യേശു എന്ന് പറഞ്ഞ പല്ലിന് പകരം കല്ലല്ല, കണ്ണിന് പകരം കല്ലല്ല. അത് നിങ്ങൾ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ വേർഡൊന്നും പറയില്ല. കർത്താവിന്റെ വചനങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ? അല്ല, നിങ്ങൾ ഒരു മിനിറ്റ് പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം ആരാധിക്കുന്നവരെ കൊല്ലണം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നേക്ക്. പഴയ നിയമത്തിലുണ്ടോ? നിങ്ങൾ പറയാൻ വിടുവോ? കഴിഞ്ഞിട്ട് പറയാൻ വിടാം. പഴയ നിയമത്തിൽ ഉണ്ടോ ഇല്ലേ? പഴയ ഒരു നിയമത്തിൽ മിനിറ്റ്, അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ ഉണ്ടോ ഇല്ലേ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പിന്നെ പറയാം. നമ്മൾക്ക് അനുബന്ധിച്ച് പറയാൻ പറ്റും, പറഞ്ഞുതരാന്ന്. അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങൾ വിചാരിച്ചിടത്ത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ കാര്യം നടക്കോ? ഞാൻ വിചാരിച്ചിടത്തല്ലേ എനിക്ക് പറയാൻ പറ്റും. അല്ല, അതിനോട് അനുബന്ധിച്ച് ഉരുളുന്നല്ല, അതിനോടനുബന്ധിച്ചുണ്ടോ പറഞ്ഞുതരാം. അതിനോടനുബന്ധിച്ച കാര്യം പറയട്ടെ. അതായത് വെച്ചാല് പിന്നെ ഈ പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞറിയാം. ഈ യോഹന്നാൻ സ്നാപകന് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ പഴയ നിയമത്തിലെ കുറെ കാര്യം പൊളിച്ചെഴുതുന്നുണ്ട്. പഴയ നിയമത്തിന്റെ പല്ലിന് പകരം പല്ലല്ല, പിന്നെ കണ്ണിന് പകരം കല്ലല്ല. യഹോവയുടെ നിയമം യഹോവ തന്നെ പൊളിച്ചെഴുതാ. യഹോവയുടെ നിയമല്ല പറഞ്ഞേക്ക്. അത് പറയാൻ പറ്റും സുഹൃത്തെ. യഹോവയുടെ നിയമല്ല. അതായത് ദൈവം മനുഷ്യന് വിവേചന ബുദ്ധി കൊടുത്തു. ആ സമയത്ത് സർക്കാരുകളും പിന്നെ ഗോത്രങ്ങളും മറ്റും ഉണ്ടാവും. മനുഷ്യ സമൂഹല്ലേ, എല്ലാ സംഗതികളും ഉണ്ടാവും. നിങ്ങൾ എല്ലാം ദൈവവചനത്തിൽ ഉൾക്കൊള്ളുത്തെല്ലാം ഉണ്ട്. അപ്പൊ ദൈവം ആ സമയത്ത് ഓരോരോ വംശത്തിനും ഗോത്രത്തിനും ദൈവ ശിക്ഷണം കൊടുക്കുന്ന ഇപ്പൊ സാപത്ത് ആചരണമില്ല. ആര് പറഞ്ഞ് ഇപ്പൊ വിവേചനമുള്ള ദൈവോ വിവേചന ബുദ്ധി കൊടുത്തിന്ന്. ദൈവം മനുഷ്യനെ എന്തിനാ, സൃഷ്ടികളെ എന്തിനാ വിവേചിച്ചത്? ആരാണ് വിവേചിച്ചത്? ഓരോ ഗോത്രങ്ങൾക്ക് വിവേചിച്ചെന്നല്ല സുഹൃത്തെ, വിവേചിച്ചെന്നല്ല. ദൈവം മനുഷ്യന് വിവേക ബുദ്ധി കൊടുത്തോണ്ട് ആ സമയത്ത് ഉണ്ടാകുന്ന ഓരോരോ ഗോത്രങ്ങളും സർക്കാരുകളും സമൂഹങ്ങളും വേണ്ടാത്ത തിന്മകൾ കാണിക്കുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ പറയുന്നത്. പിന്നെ പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങൾ കേൾക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. ശരിക്കുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ശരിക്കുള്ള കാര്യമാനം പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറെ പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങൾ പൊളിച്ചെഴുതിയ യേശു ക്രിസ്തു അറിയാ. പല്ലിന് പകരം കല്ലല്ല, പിന്നെ കണ്ണിന് പകരം കല്ലല്ല, പിന്നെ അങ്ങനെയുള്ള കുറെ യേശു ക്രിസ്തു പൊളിച്ചെഴുതിയത്. യഹോവയുടെ നിയമമല്ല പറയുന്നേൾക്ക്. ഞാൻ പറയുന്നേൾക്കാം. ആ സമയത്ത് തന്നെ സർക്കാരുകളും ഗവൺമെന്റിലും മനുഷ്യന്മാരും ദൈവത്തിന്റെ തോറിലെ എനിക്കറിയില്ല. തോറ എനിക്കറിയില്ല. നിങ്ങളുടെ ബസ്സിലെ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ അറിയപ്പോ? എന്താ നിങ്ങൾക്ക് അറിയുന്ന എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ സർവജ്ഞാനെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകും വേണ്ട, ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രത്യേകം മരുന്ന് പറഞ്ഞിരുന്നു വേണ്ട. നിങ്ങൾ പിന്നെ എന്തോ ഒരു കുരുവോട്ട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ ഇടങ്ങേറാവുകയാണോ എന്നൊക്കെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. കേൾക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവൂലേ? എല്ലാം മനസ്സിലാവും. നിങ്ങൾ അടിച്ചേൽപ്പിക്കാന്ന് ഇത് മോശമായി ചിന്തിക്കണമെന്നില്ല. ഇത് മോശമായി ചിന്തിക്കണമെന്ന് നിങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇത്രയും ഭാഗം ഇത് ആളുകൾ സ്വതന്ത്രമായി കേൾക്കട്ടെ. ഇനി നിങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന ആളുകൾ അവസാനം വിധി എഴുതട്ടെ. ചോദിക്കട്ടെ, എല്ലാരും നിങ്ങളെ പോലത്തെ ആളാണെങ്കിലോ? നിങ്ങളെ കൂടെയുള്ള എല്ലാവരും നിങ്ങളെ പോലത്തെ ആളാണെങ്കിലോ? എങ്ങനെ നിങ്ങളെ കൂടെയുള്ള ഏകദേശം ആൾക്കാര് വെച്ചിട്ട് നിങ്ങൾ കമന്റ് എഴുതിച്ചോ? എങ്ങനെ മൊത്തം ഇപ്പൊ ഏകദേശം വിശ്വാസികൾക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് വരാൻ ആർക്കും സമയം ഉണ്ടാവില്ല. എല്ലാരും അവരുടേതായ പ്രാർത്ഥനകളും എല്ലാം കഴിച്ച് മുന്നോട്ട് പോകുന്ന ടീമായിരിക്കും. ഇപ്പൊ നിങ്ങളെ യുക്തിവാദികളല്ലേ? ഇതിനകത്തുള്ള ശരി തെറ്റുകളെ കുറിച്ചല്ല ചോദിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന രീതി, സംസാരിക്കുന്ന ശൈലി, ശൈലി ചിലപ്പോ ഒരാള് ഓരോക്കെ കഴിവല്ലേ ശൈലി എന്ന് പറഞ്ഞ ബേജാറാവണേ. ഈ കുരുവോട്ട് എന്ന് പറയുമ്പോൾ ഇറിറ്റേഷൻ ആണ് നിങ്ങൾക്ക്. നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലേ യുക്തിപരമായിട്ട്? ഇല്ല. നിങ്ങൾ പിടിച്ച എത്തണോ മറ്റൊന്നും ഇല്ല, നമ്മ വെറുതെ മാത്രമേ ഇല്ലൂ. നിങ്ങൾ ഉറപ്പ് പറയാറില്ലല്ലോ. നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ദൈവമില്ല? എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ? എത്ര പ്രാവശ്യം നിങ്ങൾ ദൈവമില്ല? നിങ്ങൾ കണ്ടില്ല? ദൈവം ഇല്ലാന്ന് ഞാൻ ഇല്ല. നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കണ്ട് ദൈവമില്ലാന്ന്? നിങ്ങൾ അങ്ങനെ ഉണ്ടായത്? ഇങ്ങനെ പൊട്ടി നോക്കോ? അല്ല ശരിയെന്നല്ല ഉത്തരം കമന്റ്. അത് നിങ്ങളെ പറഞ്ഞ കുറെ ടീം ഉണ്ടാവും. അത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊടുന്നോളി. എന്തെന്നാ അതിന്റെ ആവശ്യമില്ല. അതെല്ലാം അവർ നല്ല ആയിക്കോളൂ. നിങ്ങൾ അങ്ങനെ ഉണ്ടായത്?
നിങ്ങൾ എങ്ങനെ ഉണ്ടായത്? ആ ശരി ഉത്തരവില്ല. അപ്പൊ നിങ്ങൾ അപ്പൻ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഉണ്ടായ പോലെയാണ് ഞാൻ ഉണ്ടായത്. നിങ്ങൾ വെറുതെ ഉണ്ടാവോ? വെറുതെ ഉണ്ടാവോ? വെറുതെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. നിങ്ങൾ അപ്പന്റെ അപ്പൻ എങ്ങനെ ഉണ്ടായി? ഇതേപോലെ തന്നെ സംഗതി. ഇത് ഓരോ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് നമുക്ക് ചോദിക്കാൻ ഒരു വിശ്വാസമാണ്. ഇതെന്നറിയാം, ആ തലമുറന്റെ കൂതി. ഇപ്പൊ നമുക്കൊരു 5 തലമുറ നമുക്ക് അറിയില്ല. നമുക്കൊരു 5 തലമുറ നമുക്ക് അറിയില്ല. അതേപോലെ ഒരു പ്രത്യേക വിശ്വാസമാണ് ഈ ക്രിസ്തു വിശ്വാസം എന്ന തെറ്റ്. ആയിക്കോട്ടെ, ഈ ക്രിസ്തു വിശ്വാസം എന്ന തെറ്റില്ലേ? നിങ്ങൾ എതിർക്കും എന്ന തെറ്റില്ല അതില്. ഈ മനുഷ്യന്മാരുടെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അത് ശരി തന്നെ. അത് നമ്മൾ അംഗീകരിക്കുന്ന അത് കുറെ അംഗീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ കഞ്ഞിന്നല്ല ഉത്തരം അല്ല. ഞാൻ പറയാം എന്ന തെറ്റില്ലേ? യേശു ക്രിസ്തു ഈ യേശുക്കുന്ന പ്രബോധനം എന്നാ തെറ്റ്? ഇൻസൾട്ടിങ് കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക, നല്ല ചെറിയ ഉള്ളി എടുക്കുക, കുറച്ച് ഉണക്കമുളക് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിക്കുക, എന്നിട്ട് പൊടിച്ചിട്ട് നല്ല ചമ്മന്തി, കുറച്ച് ഉപ്പും വേണമെങ്കിൽ പുളി ഇട്ടിട്ട് ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അര സ്പൂണ് നിങ്ങൾ പോയി കഞ്ഞി കുടിക്കുക. പട്ടച്ചാര അത് നിങ്ങളെ പോലത്തെ ആദിവാസികൾ ഇടുന്നല്ലേ? നമുക്കാ മരുന്ന് അറിയില്ല. പിന്നെ പറയണ്ട് നിങ്ങൾക്ക് ഇതെനിക്ക് പറഞ്ഞ അല്ല, നിങ്ങൾ ഭക്ഷണക്രമം എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് 10-15 വയസ്സായി. എനിക്ക് നിങ്ങളെ ഭക്ഷണക്രമം എനിക്ക് പറഞ്ഞ് നിങ്ങൾ ഒരു അല്ല, പിന്നെ അതല്ല പറഞ്ഞത്. നിങ്ങൾ ഒരു 10-45 വയസ്സായി എനിക്കൊരു ഭക്ഷണക്രമം പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലോ? അതെ, തീർച്ചയായിട്ടും അതെ. നിങ്ങൾ അനാവശ്യമായി പഠിക്കുമ്പോൾ തന്നെയാണ് ട്രൈബിന് കുറച്ച് പിന്നെ കുറച്ച് കൊമ്പൊന്നല്ല. റോൾസ് റോയ്സിൽ നടന്ന പട്ടണക്കാരനായിരുന്നല്ലോ അല്ലെ? അറിയാം. നിങ്ങളില്ലേ ഈ ഭക്ഷണം, ഈ ഉത്തരമൊട്ടുമില്ലേ, ഈ ഭക്ഷണക്രമവും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതല്ല ഒരു പക്വത ഇല്ലാത്ത ഒരു സംഗതികളാണ്. അത് നിങ്ങൾ തെറ്റാൻ അംഗീകരിക്കും. നിങ്ങൾ ഭക്ഷണക്രമം എങ്ങനെ നമുക്ക് പറഞ്ഞു തന്നേക്കല്? അത് നിങ്ങൾ ഒരു മോശം പോവല്ലേ? ഇതെല്ലാം ഈ സോപ്പൽ നിർത്തുവട്ടെ. ഇത് നിങ്ങൾക്കില്ലേ, നിങ്ങൾ ശരിക്കും കിട്ടേണ്ട ആൾക്ക് കിട്ടിയില്ല. കിട്ടിയാൽ നിങ്ങൾ അപ്പുറത്താണ് അതല്ല, ഞാനൊന്നും അല്ല. അത് എല്ലാ രംഗത്തും ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ അവസാനത്തെ വാക്ക് പേര് പറയും സുഹൃത്തെ. ഒരാളൊന്നുമല്ല, ആയിരക്കണക്കാളുണ്ട്. ഒരാള് എന്ന് പറഞ്ഞു ഒരാളുടെ പേര് എനിക്ക് അങ്ങനെ ആരും പ്രത്യേക കേട്ട് പൂജിക്കണമെന്നൊന്നുമില്ല. ഒരാളുടെ പേര് പറയും. കിട്ടേണ്ട ആളെ കിട്ടണമെന്നാണ്. കിട്ടേണ്ട ഒരാളെ പേര് പറയും. നമുക്ക് ശ്രമിക്കാലോ. നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞുതരാം. ഈ അനിൽക്കുടിത്തോട്ട സാറിന് ശ്രമിക്കും. ഞാൻ മുട്ടിയതാണ് 1-2 തവണ. എന്നാ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചോളി. എന്നാ സവാസം മുന്നക്കലോ? സുഭാഷം മുന്നക്കലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ 5-6 ഞാൻ അവര് വിളിച്ചു ചോദിച്ചോട്ടെ. ഒരുമിച്ചിട്ട് കൊണ്ടുവരാം, നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ഞാൻ അവരെ വിളിച്ചു. സെറ്റ് ചെയ്താൽ മതി. മടയിലേക്ക് ഞാൻ വരാം. അതൊന്നല്ല, മാടയൊന്നും നോക്കണ്ട. ഇതന്നെ പോരെ, ഫോണിൽ സംസാരിച്ചാ പോരെ. ഞാൻ അവർ ചോദിച്ചത് നിങ്ങളവര് മുട്ടുകുത്തിട്ട് നമ്മൾ ചോദിച്ചു നോക്കട്ടെ. വിളിക്കുക, നമ്മള് സംഘടിപ്പിക്കും. ആര് സംഘടിപ്പിക്കല്ല, അവര് ഫോൺ വഴി നിങ്ങൾ ബന്ധപ്പെടും. അനിൽ കോടിത്തോട്ടത്തിന്റെ ഒരു പ്രവചനം പാളിയ കാര്യം നമുക്കൊന്ന് അപ്പൊ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും ഒന്ന് പറഞ്ഞു. അത് പാളിയ പ്രവചനം അനിൽ കോടിത്തോട്ടൻ 3 വർഷം മുമ്പ് പറഞ്ഞത്. 3-3.5 വർഷമൊക്കെ ആയിരുന്നു. ഞാനൊരു 6 മാസം കൊണ്ട് മുസ്ലിം ആവുന്ന പറഞ്ഞത്. ആ പാളിയിൽ നിന്ന് പുള്ളിനെ വിളിച്ചപ്പോ പറഞ്ഞാളി. ഇതുവരെ മുസ്ലിം ആയിട്ടൊന്നുമില്ല. അല്ല, ആയിക്കോട്ടെ. അതിന് നന്മന്റെ ആയിക്കൊന്നും കുഴപ്പമില്ല. ആയിക്കോട്ടെ, അതിന്റെ കുഴപ്പം ആയിക്കോട്ടെ. എന്തിനാ അങ്ങനെ ആകുന്നത്? എന്താ, ഒരു മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. എനിക്ക് പനി പിടിച്ചിരിക്കും. ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ അങ്ങനെ ഇരുന്നു പോയതാണ്. 11:30 മണിക്കൂറായി. 1 മണിക്കൂർ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ പോലത്തെ മനസ്സ് അല്ല, നിങ്ങളെ പോലത്തെ ബിസിനസ് എനിക്കും ഉണ്ടാവില്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു അവസാനം കണ്ടെത്തുകയാണെങ്കിൽ ആദിവാസികൾ അഭിമാനിക്കരുത് കേട്ടോ. അല്ല, അങ്ങനെ ആദിവാസികളല്ല, നിങ്ങള് മനുഷ്യർക്കിടയില് ആദിവാസികളുടെ അവരുടെ പേരതാണ്. പറയട്ടെ, ഒരു നന്മ പറഞ്ഞുതരാ. മനുഷ്യരെ ആദിവാസികൾ എന്തോ മോശമാണ് വർത്താനം പറയരുത്. പോലെയുള്ള മനുഷ്യരാണ്. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശമുള്ളവരാണ്. അതാണ് ഞാൻ എന്റെ ഉദ്ദേശം അതല്ല. നിങ്ങൾ വളച്ചോടിച്ചിട്ട് എന്തെങ്കിലും ആക്കണ്ട. എന്റെ ഉദ്ദേശം അതൊന്നല്ല. ഇല്ല, അതൊന്നല്ല. എന്റെ ഉദ്ദേശം അതൊന്നല്ല. അവർക്ക് വിദ്യാഭ്യാസ സംസ്കാരം ഇല്ല എന്നുള്ള ഉദ്ദേശം.
നിങ്ങൾ അത്യാവശ്യം കുറച്ച് പിന്നെ അവർക്ക് കുറെ ആൾക്ക് കുറച്ച് അറിയാത്ത കുറച്ച് ടീമെല്ലാം ഉണ്ട്. നിങ്ങൾ ഇല്ലാന്ന് പറയുന്നത് വേണ്ട. ഇപ്പൊ പിന്നെ ഏകദേശം കുറച്ച് അറിയുന്നത് ഇപ്പൊ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും പോലെ എനിക്ക് ഭക്ഷണക്രിയകളെന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ അവരിങ്ങനെയാണെന്നോ അവരങ്ങനെ ഞങ്ങൾ ഒരുക്കും പറഞ്ഞു അത് നിങ്ങൾ വളത്തോട് അങ്ങനെ ആക്കൊന്നും വേണ്ട കേട്ടാ. അത് നിങ്ങൾ തെറ്റാണ്. ഇത് ഞങ്ങളെ പ്രശ്നം. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വേർഡ് കിട്ടിയാൽ മതി. നിങ്ങൾ അതിൽ 2 മണിക്കൂർ കളിക്കും കേട്ടാ. എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വാക്ക് കിട്ടുമ്പോ 2 മണിക്കൂറിന് കളിക്കാൻ പറ്റില്ല. അങ്ങ് ഡേറ്റ് ഒന്നും പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ സംസാരിക്കാം അവരോട്. ആയിക്കോട്ടെ. നിങ്ങൾ 2-3 ആളെ അങ്ങനെ മുട്ടുകുത്തിച്ച് വിട്ട് ഞാൻ അവരോട് പറ്റി പറയാം. ചിലപ്പോ പിന്നെ അവര് പറഞ്ഞതിനെ കൊണ്ട് ഇങ്ങനെ ആണെന്നില്ലേ, അത് വേറെ കാര്യം. അവര് പറഞ്ഞ കൊണ്ട് ക്രിസ്തു പിന്നെ എന്നാ ക്രിസ്തു അല്ലാണ്ട് അയക്കൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ പോലെ അല്ല പറയുന്നതാണ്. മനുഷ്യന്മാരവസ്ഥയല്ലേ മനുഷ്യന്മാരവസ്ഥ എന്താ ഇപ്പൊ നാളെ ലീയക്കത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പറയാൻ പറ്റൂല. ഒന്ന് ഇപ്പൊ മുമ്പെന്നപ്പോ പിന്നെ മറ്റേ വാഹനം അല്ല ഒരു മിനിറ്റ് KSRTC ചങ്ങായി ഇപ്പൊ ഓന് മുണ്ടുന്നുണ്ടാ ഓന് മുണ്ടുന്നുണ്ടാ ഓനിപ്പോ മുണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഓന് ആ ഒരു പ്രതികരണം എന്തുകൊണ്ട് ഇന്ന് വരെ നടത്താത്തത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, അതന്നെ മനുഷ്യന്മാരെ സിറ്റുവേഷൻ മാറിയ അവസ്ഥ നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് വചനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടാ. അവരെന്ത് പറഞ്ഞാൽ വചനത്തിന് മാറ്റം ഉണ്ടാവില്ല. എന്തായാലും അവര് വന്ന് നോക്കട്ടെ, അവരൊന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാൻ പറയാം. നിങ്ങൾ അവരെ ബന്ധപ്പെടാൻ നമ്പറൊക്കെ തരുമോ? എങ്ങനെ? എനിക്ക് ഒരു നമ്പർ ഒന്നും അറിയില്ല. ഓരോ ഇന്ത്യ നേതാക്കന്മാരൊന്നല്ലോ. ഒരു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ അവരെ നമ്പർ പോലും ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത്. നിങ്ങൾ എന്താ മുതല് ഇതിൽ എന്റെ ഏട്ടാ അവര് മൊബൈൽ നമ്പറിലേക്ക് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എനിക്കറിയില്ലേ? അതൊക്കെ എന്നെ അറിയോ? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ മുടന്നൊന്നും പറയല്ല. അങ്ങനെ പറ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പൊ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അറിയില്ലേ? ബാക്കി സംസാരിക്കാട്ടോ. അയാളെ ഫോൺ നമ്പർ എനിക്ക് ഉണ്ടാവുമോ? യേശുദാസിന് എനിക്കറിയില്ലേ? യേശുദാസിന് എന്നെ അറിയാം. ഇതൊന്നല്ല മുടന്നായോ കേട്ടാ. അതുകൊണ്ട് ഒരുപാട് എല്ലാം ആയെന്ന് വിചാരിക്കല്ല സുഹൃത്തെ. കൊറേ ബാക്കിയാണെങ്കിൽ ഉണ്ടാവും കേട്ടാ. ഒരുപാട് എല്ലാം ആയി എന്തും ആയത് കുറച്ച് ഒരു നിരീശ്വരവാദികൾ കിട്ടുമ്പോ നിങ്ങൾ എന്തെല്ലാം ആയി, നിങ്ങൾ ഭയങ്കര സംഭവമാണ് അങ്ങനൊന്നും ഒരിക്കലും വിചാരിക്കല്ല. നിങ്ങൾ എന്തിന്റെ അവസാനാന്ന് വിചാരിക്കല്ല. അല്ല അങ്ങനെ ചിന്തിക്കാം. എന്തിന്റെ അവസാനം നിങ്ങൾ പറഞ്ഞ മൊത്തം അവസാനോ? നിങ്ങൾക്കൊന്നും തെളിവില്ലേക്ക് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തെളിവില്ല. നിങ്ങൾ എങ്ങനെ ഉണ്ടായി? എന്റെ അപ്പനുണ്ടായി, എന്റെ അപ്പൻ ഉണ്ടായി, എന്റെ അപ്പ അതിന് തെളിവ് നിങ്ങൾക്കില്ലല്ലേ? നിങ്ങളോണ്ട് അതിന് തെളിവ് പറയാത്തത് നിങ്ങൾ അത് പറയണ്ടേ? അത് ഇങ്ങനെ നമ്മ പിന്നെ ആശാരിനെ കൊണ്ട് ഉണ്ടാക്കി ചെങ്ങൻ പറയണ്ടേ? അനിലോ സെബാസ്റ്റ്യൻ ആരച്ച കൊണ്ടുപോവാ. ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാം. നിങ്ങൾ അവരെ ഇൻസൾട്ട് ആക്കൊന്നും വേണ്ട. നിങ്ങൾ അവരെ ഇൻസൾട്ട് ആക്കൊന്നും വേണ്ട. അവരെ കിട്ടട്ടെ, അവരെ കിട്ടിയിട്ട് നിങ്ങൾ വിളിക്കാം. അനിലോ അങ്ങനെ ഇൻസൾട്ട് ആക്കൊന്നും വേണ്ട. അവർ കുറച്ച് അറിവില്ല. അനിലിന്റെ പേര് അനിലല്ലേ? അല്ല അനിലോ മറ്റോനോ മറിച്ചോനോ പറഞ്ഞു. ഞാനിപ്പോ ആദിവാസികളുടെ കാര്യം പറയുമ്പോ നിങ്ങൾ അവരോടൊന്നും മുട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവരും, നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാലോ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാന്നുള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ പിന്നെ വർഗീയവാദി ജിഹാദി ഒരു ക്രിസ്തു വിശ്വസിക്കുന്ന ആരും വർഗീയവാദി അങ്ങനത്തെ ഒന്നും ആകൂല. ഞാനൊരു മതഭക്തനല്ല. അത് മനസ്സിലായി. അല്ല അത് മനസ്സിലാകാന്നില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലായിന്നേ. അത് നിങ്ങൾ ഒരു ഇൻസൾട്ടാക്കി പറയുമ്പോൾ പറയല്ല. നിങ്ങളെ ട്യൂണ് നമുക്കറിയില്ലേ? നിങ്ങൾ ട്യൂൺ ഇന്നലെ ഞാൻ 2-3 കൊല്ലമായി നിങ്ങളെ പോലത്തെ സംസാരം കേൾക്കുന്നത്. ട്യൂൺ നമുക്കറിയാം കേട്ടാ.